സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ വലിയ ജീവിതത്തിലെ ചലഞ്ചസ്, അഗ്നിശോധനയിലൂടെ കടന്നുപോയ ഒരു പ്രിയ കർത്താവിൻ്റെ മകൻ്റെ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ സെഷൻ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയ മകനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ആത്മീയ ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. മറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. കർത്താവേ, ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ അവിടുത്തെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കെട്ടുപിടിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ ശ്രേഷ്ഠമാകുന്ന വ്യത്യസ്തതയുള്ള ജീവിതാനുഭവം കേൾക്കാൻ പോകുന്നു. ലിറ്ററലി തീച്ചുള്ളിയിലൂടെ കടന്നുപോയ ഒരു പ്രിയ കർത്താവിൻ്റെ ദാസനാണ്. സൗദി അറേബ്യയിൽ വെച്ചൊക്കെ വലിയ അനുഭവങ്ങളിലൂടെ തന്നെ കടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് ആത്മീക ബലത്തിനും വർധനവിനും കാരണമായി തീരും. പത്തനംതിട്ട കൈപ്പട്ടൂരിൽ നിന്ന് പ്രിയപ്പെട്ട ബെന്നി ജോർജ് ബ്രദറാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ബെന്നിച്ചാനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അച്ഛാ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്നേ? അതെ, ഞാൻ പത്തനംതിട്ടയുള്ള സാം പാസ്റ്ററാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പാസ്റ്റർ എന്നോട് പറഞ്ഞു ഒത്തിരി തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഓ ശരി. പത്തനംതിട്ട കൈപ്പട്ടൂര്. അതെ അതെ. ശരി. മാതാപിതാക്കളെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ ഒരു മുഖാന്തരമാകും. അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ചും വൈഫിനെക്കുറിച്ചും തലമുറയെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. ഞാൻ കൈപ്പട്ടൂര് മംഗലത്തുമണ്ണിൽ നിന്ന് പറയും. എൻ്റെ വീട്ടുപേര് അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഭാഷയോട്. അപ്പം അവിടെ ഞങ്ങളൊരു ഓർത്തഡോക്സ് വിശ്വാസ കുടുംബമായിരുന്നു. എൻ്റെ ഫാദറും മദറും ഒക്കെ ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നവരായിരുന്നു. ഞങ്ങൾ മക്കളും അതുപോലെ തന്നെ. ഞങ്ങള് 4 പേരാണ് എൻ്റെ അച്ചാച്ചന്. ഞങ്ങൾ 3 ആൺമക്കളും ഒരു പെണ്ണുമാണ്. അപ്പം 3 ആൺമക്കളിൽ മൂത്ത ആളാണ് ഞാൻ. അപ്പം ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ടെക്നിക്കൽ കോഴ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ബോംബെയിലൊക്കെ ഒത്തിരി നാൾ ജോലി ചെയ്യുകയും ബോംബെയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പലയിടത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ വിദേശത്തേട്ട് പോകുന്നത്. അപ്പോഴും എൻ്റെ ഈ ഓർത്തഡോക്സ് വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അതിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ഫാദർ എന്നും പള്ളിയുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയൊക്കെ ജീവിച്ച ഒരാളാണ് എൻ്റെ ഫാദർ. അപ്പൊ ആ വിശ്വാസത്തിലൂടെയാണ് ഞങ്ങൾ മക്കളും കടന്നുപോയത്. ആ കടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ബോംബെയിലെ ജോലിയിലുള്ള യാത്രയും അത് കഴിഞ്ഞ് ഗൾഫിലോട്ടുള്ള സൗദിയിലോട്ടുള്ള യാത്രയും ഒക്കെ. അതെ, അങ്ങനെ ആയിരിക്കുമ്പം അതെ. അപ്പം ആ ഒരു വലിയ ഒരു പാരമ്പര്യം അല്ലേ, ഒരു ഉറച്ച ഓർത്തഡോക്സ് കുടുംബ പാരമ്പര്യമൊക്കെ ഉണ്ട്. വൈഫിനെ കുറിച്ചും മോളെ കുറിച്ചും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ? എൻ്റെ വൈഫിന്റെ പേര് ലെനി എന്നാണ്, ലെനി ബെന്നി. അപ്പം ഇനി കൈപ്പട്ടൂരിനടുത്തുള്ള കൊടുമണ്ണെന്ന ദേശത്ത് നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഓക്കെ. അപ്പം വിവാഹം കഴിച്ച് അടുത്തായിരുന്നു ഞങ്ങള്. വിവാഹം കഴിച്ച് ഞങ്ങള് പിന്നെ ഇങ്ങനെ ജീവിക്കുമ്പോഴാ പിന്നെയും 2-3 പ്രാവശ്യം ഞാൻ സൗദിക്ക് പോയി. വിവാഹത്തിന് മുമ്പ് 1-2 ഈട് പോയി. അത് കഴിഞ്ഞ് വിവാഹത്തിന് ശേഷം 1992 സൗദി അറേബ്യക്ക്. അത് വിവാഹം കഴിഞ്ഞാ പോകുന്നത്. അപ്പം എത്ര വർഷം സൗദിയിലുണ്ടായിരുന്നു? ഞാനൊരു 30 വർഷത്തോളം ഉണ്ടായിരുന്നു. 30 വർഷം ഉണ്ടായിരുന്നു, പല പട്ടങ്ങളിലായിട്ട്. ശരി. ആദ്യം വിവാഹത്തിന് മുമ്പ് കുറച്ചു കാലം, വിവാഹം കഴിഞ്ഞും പിന്നെ ഒരു വളരെ ദീർഘനാളുണ്ടായിരുന്നു. ഈ ബാല്യകാല അനുഭവങ്ങളൊക്കെ എങ്ങനെയാ? ബാല്യകാലത്ത് ഈ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലാണ്, എന്നാൽ ആത്മീകമായിട്ടും മറ്റനുഭവങ്ങളൊക്കെ എന്തോ ബാല്യകാലത്തൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ? ബാല്യകാല വിശ്വാസം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും എന്നല്ലാതെ എന്താണ് ക്രിസ്ത്യാനിറ്റി, എന്താണ് കർത്താവ്, എന്താണ് വിശ്വാസം, ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം, ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊന്നും ഒരറിവില്ല. എന്നാൽ ബൈബിൾ വായിക്കും. അറിയാമല്ലോ, പഴയ വീട്ടിൽ സാഹചര്യം ബൈബിൾ വായിച്ചില്ലെങ്കിൽ അത്താഴം തരത്തില്ല എന്ന് പറയുന്ന ഒരു
കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് നടന്നിട്ടില്ലേ? ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചെങ്കിലേ ആഹാരം വരെയുള്ളൂ. പക്ഷെ ഈ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, എന്നാലും എന്താണ് ക്രിസ്ത്യാനിറ്റിനും എന്താണ് കർത്താവുമായിട്ട് നമുക്കുള്ള ബന്ധമെന്നോ ഇതൊന്നും അറിയത്തില്ല. കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകുന്നു. അതേ ഒരു വിവാഹ ജീവിതം ഏതാണ്ട് ഒരു 10-32 വയസ്സുകാലവും ആ ഒരു ചിന്തയും ആ ഒരു വിശ്വാസമായിരുന്നു. അതുവരെയും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. വിശ്വാസം മറ്റുള്ളവർ നടക്കുന്നത് പോലെ നമ്മൾ നടക്കുന്നു, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു, നൊയമ്പ് നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിപ്പെരുന്നാൾ കൂടുന്നു. അവിടെ എന്താണ് പള്ളിയിലുള്ള ആചാരങ്ങൾ, ആ ഒരു ആചാരങ്ങളിലൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് മാറി ചിന്തിക്കുവാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യക്ക് പോകുന്ന 1992 ഈ 90 വിവാഹം കഴിഞ്ഞു. 92 സൗദി അറേബ്യക്ക് പോയി, പല പ്രാവശ്യം അവധിയിലൊക്കെ വന്നു. എന്നിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. അപ്പൊ അതിലുള്ള ചികിത്സയിലുമായിട്ടൊക്കെ കടന്നു പോവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം സൗദിയിൽ ഞാൻ ഒരു റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ബന്ദിക്കോസ് വിശ്വാസിയുടെ റൂമിലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് എരവിപേരൂരാണ്. സാമുവൽ ഡാനിയൽ എന്നാ പുള്ളിയുടെ പേര്. അപ്പം പുള്ളി ഒരു ദൈവ വേല ചെയ്യുന്ന ഒരു ചെറിയ ശുശ്രൂഷകനൊക്കെ. അപ്പൊ ഞങ്ങൾ രണ്ടും ഒരു റൂമിൽ വന്നപ്പം പുള്ളിയുടെ വിശ്വാസവും എൻ്റെ വിശ്വാസവും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ല. ഞാനും പുള്ളിയുമായിട്ട് വഴക്കോ അങ്ങനെയുള്ള മറ്റു രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല രീതിയിലും. പുള്ളി എല്ലാ കാര്യങ്ങളിലും ദൈവവിശ്വാസവും ദൈവിക ആലോചനകളും ഒക്കെ ചേർത്തുള്ള കാര്യങ്ങൾ പറയുമ്പം എനിക്കിതൊന്നും മനസ്സിലാകത്തില്ല, ഇത് എന്തുവാ. കാര്യം ഞാൻ കണ്ടു വളർന്ന പശ്ചാത്തലങ്ങളും ഞാൻ കണ്ട കാര്യങ്ങളും ഒന്നും അല്ല പുള്ളി ബൈബിളിൽ എന്ന് പറയുന്നത്. പുള്ളി ബൈബിളിലെ വചനങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കൊരു അന്യൻ ചെയ്തു പോയ കാര്യം പോരാ തോന്നുന്നേ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പം പുള്ളി ഇങ്ങേപ്പുറത്ത് കട്ടിലയിൽ കിടന്ന് പ്രാർത്ഥിക്കുകയും പുള്ളി അന്യഭാഷയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് പോലൊക്കെയാണ് തോന്നുന്നത്. അപ്പം ഞാൻ പുള്ളിയെ ഇത് തലയ്ക്ക് വട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയോട്. അല്ലാതെ അന്നേരം ഒന്നും മിണ്ടത്തില്ല ഈ മനുഷ്യൻ. എന്നോട് എതിര് പറയുവോ അല്ലെ എനിക്കായിട്ട് എതിര് പ്രവർത്തിക്കുവോ എല്ലാം ഒരു സൗമ്യതയോട് കേട്ട് എന്നോടൊന്ന് ചിരിച്ചു പുഞ്ചിരി തൂകി ഒരു ചെറിയ സ്നേഹത്തോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഞാനന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ദേഷ്യവുമാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് കയർക്കും. പുള്ളി എന്നെക്കാട്ടിൽ മൂത്തതാണ്, 4-5 വയസ്സിന് മൂത്തതാണ്. എന്നാലും ഞാൻ കയർക്കും. എന്നാലും പുള്ളി സൗമ്യനായിട്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങേ കട്ടിലേ കിടന്ന് ഈ മംഗളം മനോരമ, ഈ അന്ന് ഈ ഇതൊന്നുമില്ല, ഡിഷൊന്നും വന്നിട്ടില്ല, ഈ ചാനലുകളൊന്നും വന്നിട്ടില്ല അന്നത്തെ കാലം. അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞ ഈ പിന്നെ നെറ്റുകളും ഇങ്ങനെ ഇതൊക്കെ വരികയൊക്കെ ചെയ്ത്. അന്ന് നമുക്ക് വായിക്കുവാനുള്ള കാര്യം ഈ വീക്കിലികളാണ് വായിക്കാനുള്ളത്. അപ്പം ഈ മനോരമ, മംഗളം, മാതൃഭൂമി ഇങ്ങനെയുള്ള വീക്കിലികളൊക്കെ നാട്ടിൽ നിന്ന് വരും. അത് ഞാൻ കട്ടിലേ കിടന്നുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹം അന്നേ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ പോകുന്ന ഒരു കാലത്ത് എന്നോട് ഇദ്ദേഹം പറഞ്ഞു, നീ ഈ ബൈബിൾ ഒന്ന് വായിച്ചു. ഞാൻ പറഞ്ഞു ഈ ബൈബിളൊക്കെ ഞാൻ വായിച്ചു, അതിനകത്തെ ചരിത്രങ്ങളൊക്കെ എനിക്ക് അറിയാം. അങ്ങനല്ല, നീ ആദ്യം മുതൽ ഇതൊന്ന് വായിക്കുക. നിനക്ക് ദൈവം എന്ത് ഒരു വഴി കാണിച്ചു തരും. ദൈവം ഇതിന്റെ എന്താ സത്യം എന്നുള്ളത് ദൈവം കാണിച്ചു തരും. ഞാൻ പറഞ്ഞ സത്യമൊക്കെ എനിക്കറിയാം, എനിക്കറിയാവുന്ന സത്യങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ. അപ്പം പുള്ളി നിർബന്ധിച്ച് ഒരു പ്രാവശ്യം തന്നെ ഞാൻ വായിച്ചില്ല. ബൈബിൾ ഞാൻ വായിക്കുന്നവനാ, പക്ഷെ പുള്ളി പറഞ്ഞപ്പോൾ വായിക്കാനുള്ള ഒരു മടി. എനിക്ക് ഒരാളുടെ സപ്പോർട്ടോടുകൂടി വേണം വായിക്കാൻ, എനിക്കറിയില്ലേ വായിക്കാൻ എന്നുള്ള ആ ഒരു ചിന്ത. അപ്പം പുള്ളി എൻ്റെ കയ്യിൽ ഇങ്ങനെ ബൈബിൾ എടുത്തു തരും. ഞാനത് വാങ്ങിച്ചിട്ട് വെറുതെ ഒന്ന് തുറന്നു നോക്കിയിട്ട് അതുപോലെ മടക്കി അവിടെ വെക്കും. അപ്പം പുള്ളി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും എടുക്കുകയും നല്ലൊരു വിശ്വാസ മനുഷ്യനായിട്ട് പുള്ളി കടന്നു പോവുക. എന്നാൽ പുള്ളിയോട് എനിക്ക് മറ്റു വൈരാഗ്യങ്ങളൊന്നുമില്ല. എൻ്റെ ചേട്ടനെ പോലെ എനിക്ക് സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഈ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനെ പോയി കുറെ കഴിഞ്ഞ് എൻ്റെ ഈ ബൈബിൾ വായിക്കാൻ തന്നു. അപ്പൊ എനിക്കും തോന്നി എന്നാ ഒന്ന് വായിച്ചേക്കാം. അങ്ങനെ ഞാൻ ആദ്യം മുതൽ തന്നെ ബൈബിൾ ഇങ്ങനെ വായിച്ചു. അപ്പൊ എനിക്കിതിനകത്ത് ഒത്തിരി സംശയങ്ങൾ വന്നപ്പോഴൊക്കെ ഞാൻ പുള്ളിയോട് ചോദിക്കും. പുള്ളി അതെല്ലാം എനിക്ക് വിവരിച്ച് പറഞ്ഞു തന്നു. പറഞ്ഞു തന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഇപ്പം കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ, നീ ഇതിനകത്ത് കണ്ട ഒരു യേശു ഉണ്ടല്ലോ, ഈ ബൈബിളിലൂടെ കണ്ട ഒരു യേശു ഉണ്ടല്ലോ, ആ യേശുവിനോട് പ്രാർത്ഥിക്ക്, നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരും. നീ ആ കാര്യത്തിൽ വിഷമിക്കണ്ട.
തന്നില്ലെങ്കിൽ ഞാൻ ഈ പുള്ളി തറപ്പിച്ചു പറയുക, കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി ഞാൻ നിന്റെ വിശ്വാസത്തിലോട്ടൊക്കെ വരും, പോരെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാലും നിനക്കൊരു വിശ്വാസം ആവുമല്ലോ. ഞാൻ പറഞ്ഞു ആട്ടെ. അങ്ങനെ ചെറിയ ഈ ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ എനിക്ക് ഒത്തിരി സംശയങ്ങൾ വന്നു. എടാ, ഈ പള്ളിയിൽ കാണുന്ന കാര്യങ്ങളൊന്നും ഈ ബൈബിളിൽ ഇല്ലല്ലോ. ഞാൻ വിശ്വസിച്ച് ആരാധിച്ചു വരുന്ന ഒരു കാര്യങ്ങളും ഈ ബൈബിളിൽ, ഈ ബൈബിളിലുള്ള ഒന്നും ഞാൻ വിശ്വസിക്കുന്ന രീതിയിലോട്ടില്ല. താനും ഈ ബൈബിളിൽ പറയുന്ന പോലെ ഒന്നും അല്ല എൻ്റെ ജീവിത രീതി പോകുന്നത്. എൻ്റെ ജീവിത രീതി ഈ ബൈബിളിൽ ഈ ബൈബിളിലുള്ളത് എൻ്റെ ജീവിത രീതിയിലും ഇല്ല. അപ്പൊ അങ്ങനെ എനിക്ക് സംശയം തോന്നിയപ്പം പുള്ളി ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്ന് അങ്ങനെ എനിക്ക് കർത്താവിനോട് ഒരു ചെറിയ സ്നേഹവും അടുപ്പവും ഒക്കെ എനിക്ക് തോന്നി തുടങ്ങി. ആ സമയങ്ങളിലൊക്കെ ഞാൻ ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഒരു ഫുൾ ഓർത്തഡോക്സ് വിശ്വാസിയ. ഭവനത്തിലൊക്കെ കുടുംബത്തിൽ അച്ഛന്മാരുടെ ഒരു മേളമാണ്. ബന്ധത്തിലൊക്കെ 2-3 അച്ഛന്മാരും ബന്ധത്തിലൊക്കെ തിരുമേനിമാരും, അങ്ങനെ ഒരു വലിയ ഒരു സാമുദായിക കെട്ടുപാടില ഭാര്യയുടെ ജീവിത സാഹചര്യം. അപ്പൊ ആ ഭാര്യയോട് ഇതൊക്കെ പറയുന്ന ഞാൻ ചില വിശ്വാസത്തിന്റെ പാതയിലുള്ള കാര്യങ്ങളൊക്കെ, ദൈവിക വചനങ്ങളൊക്കെ ലീവിന് വരുമ്പം ഭാര്യയോട് പറയുമ്പം അവർക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. ഇതൊക്കെ കള്ളമാണ്, ഇങ്ങനൊന്നും അല്ല എന്നാ എന്നോട് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ നിർബന്ധിക്കാനോ അടിച്ചേൽപ്പിക്കാനോ ഒന്നും പോയില്ല. എന്ന് സത്യം മനസ്സിലാകുന്നോ അന്ന് ആ സത്യത്തിലേക്ക് വരട്ടെ എന്നുള്ള ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോയി. പയ്യെ ഞാനിങ്ങനെ 1 വർഷം കൂടുമ്പോഴെല്ലാം ലീവിന് വരും. ലീവിന് വന്നു കഴിഞ്ഞാൽ തന്നെ 2-3 മാസത്തെ ലീവ് കാണും. അങ്ങനെ ഞാൻ അവിടെ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടത് ഗവൺമെന്റ് സർവീസിലാണ്. അവരുടെ ഗവൺമെന്റ് സർവീസിലാവുന്നുണ്ടെ അവര് ചില കാര്യങ്ങളിലൂടെ ലീവൊക്കെ കൂടുതൽ അടിച്ച് വാങ്ങിക്കാൻ പറ്റും. നിയമാനുസരണം 1 മാസത്തെ ലീവ് ഉള്ളതിലും ആ ലീവ് അടിക്കാൻ കൊണ്ടുപോകുന്ന ആളിനോട് എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു 3 മാസത്തെ ലീവ് അടിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തെ ലീവ് അടിച്ചു തരും. പിന്നെ ചെല്ലുന്നുണ്ടെങ്കിൽ അവരാരും വലിയ കാര്യം ഒന്നും ചോദിക്കത്തില്ല. അവരൊക്കെ സൗദികളാണ്. അവിടുത്തെ സർക്കാർ സർവീസ് ആയതുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊന്നും നമ്മുടെ ഫോറിനേഴ്സിലെല്ലാം അവിടുത്തെ പൗരന്മാരാണ്. അപ്പൊ അവരോട് ഒന്ന് എന്ത് വരുമെന്ന് ചിരിച്ചെന്നൊക്കെ എന്നൊരു കാര്യം പറയുമ്പം അവര് പിന്നെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിക്കത്തില്ല. വീട്ടിലെ ആവശ്യമല്ലേ. അതുമല്ല, ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, അതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ലീവിന് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അവരും അതൊക്കെ ഒന്ന് കണ്ണടച്ച്. അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം വരുമ്പോൾ 3, 4, 5 മാസത്തെ ലീവ് വരെയാ ഞാൻ എടുക്കാറുള്ളത്. അങ്ങനെ എനിക്ക് ഈ ഭാര്യയുമായിട്ട് സംസാരിക്കുമ്പം ഭാര്യയ്ക്ക് വിശ്വാസത്തിലോട്ട് വരണമെന്ന് ഒരു താല്പര്യമില്ല. അന്നും പള്ളിയിലെയും മറ്റു രീതിയിലുള്ള വിശ്വാസത്തിന്റെ തീവ്രതയിൽ ഇങ്ങനെ നടന്നു പോകുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ഭാര്യയോട് സംസാരിച്ചു, നമുക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, ദൈവത്തോട് നമുക്ക് ചില പ്രാർത്ഥനകൾക്ക് പോകണം, ചില വിശ്വാസങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ജീവിത രീതിയിലോട്ട് പോകണം, കർത്താവിനെ കൂടുതൽ അറിയണം, കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കണം. കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം നമ്മുടെ ശൂന്യതകളൊക്കെ മാറും, നമുക്ക് സന്തോഷവും സമാധാനവും വരും. ഇപ്പം നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നതും ഈ ചെയ്യുന്നതും ഒക്കെയും മറ്റു പല രീതികളിൽ പല ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ ആചാരങ്ങളിലൊന്നും കർത്താവ് സന്തോഷവാനല്ല. കർത്താവ് എപ്പോഴാ സന്തോഷവാനാകുന്നത്? നമ്മുടെ വിശ്വാസത്തിൽ കർത്താവിനോട് അടുത്ത് നമ്മൾ തികഞ്ഞു വരുമ്പോഴാണ് കർത്താവ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പാതയിലൊക്കെ അപ്പൊ ഞാൻ ഈ പള്ളിയിലൊക്കെ പോകുന്നതൊക്കെ സ്വല്പം പോക്കൊക്കെ ഞാൻ കുറച്ചു. ആ സമയത്തും എൻ്റെ വീട്ടില് എല്ലാവരും പള്ളിയിൽ പോവുകയും എൻ്റെ ഭാര്യ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യും. പള്ളിയിൽ പോകുന്നതിനൊന്നും എനിക്ക് എതിർപ്പില്ല. ഞാൻ ചിലപ്പോൾ പള്ളിയിൽ കൊണ്ടുവിടാറുണ്ട്. വാഹനമുണ്ട്, മോട്ടോർ സൈക്കിളൊന്നും ഉണ്ടായിരുന്നു അന്ന്. പള്ളിയെ ഞാൻ കൊണ്ടുവിടാറുണ്ട്. പള്ളിയുടെ വാതിക്കൽ ഇറക്കിയിട്ട് ഞാൻ തിരിച്ചു പോരും. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, ഭാര്യയ്ക്ക് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നുള്ള കർത്താവിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിച്ചു. എന്ന് സത്യം അറിയുന്നു അന്ന് എൻ്റെ ഭാര്യ തിരിച്ചു വരും, മറ്റൊരു വിശ്വാസത്തിന്റെ പാതയിലേക്കൊക്കെ തിരിയുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ 14 വർഷങ്ങൾ കഴിഞ്ഞു. എനിക്കൊരു വിവാഹശേഷം ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ 14 വർഷം കഴിഞ്ഞു. ഇതിനോടിടയിൽ പല വിശ്വാസ രീതിയിലൊക്കെ കടന്നുപോയി. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ എനിക്ക് അതീവ ദുഃഖകരമായ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഈ സമയത്താണ് എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചയക്കുന്നത്. ഈ സഹോദരിയെ വിവാഹം കഴിച്ചയച്ചത് അളിയനും ഞങ്ങൾ രണ്ടും ഒരു സ്ഥലത്താണ് സൗദി അറേബ്യ ജോലി. അളിയനൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച്
അവിടെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ സഹോദരിയെയും സൗദി അറേബ്യ കൊണ്ടുവന്നു. സൗദി അറേബ്യ കൊണ്ടുവന്ന് അവരൊന്നിച്ച് കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. ഞാനും അവിടെ പോകും, സ്നേഹബന്ധത്തിലൊക്കെ കഴിഞ്ഞു പോകുന്നു. അവർക്കൊരു കുഞ്ഞുണ്ടായി. അങ്ങനെ കഴിഞ്ഞു വന്ന് ഒരു പ്രാവശ്യം ഞാനും അളിയനും കൂടെ ലീവിന് ഈ നാട്ടിൽ വന്ന സമയത്ത് പുള്ളിയുടെ പെരയുടെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുക. പെരപണിയുക പുള്ളിക്ക് അവിടെ. അവർക്ക് കുടുംബസ്വത്തുണ്ട്, കുടുംബത്തിൽ വീതത്തിൽ അവര് പെരപണിയാണ്. പെരപണിയുന്ന സമയത്ത് വാർക്കുന്ന ദിവസം ഞാൻ വാർപ്പ് കാണാനായിട്ട് ഇവിടുന്ന് എൻ്റെ മോട്ടോർ സൈക്കിളും എടുത്തുകൊണ്ട് അളിയന്റെ വീട്ടിൽ ചെന്നു. ഞാൻ അവിടെ മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡിൽ നിർത്തി വാർക്കുന്നത് കാണാനായിട്ട് അങ്ങോട്ട് പോയപ്പം അളിയൻ ഈ മോട്ടോർ സൈക്കിളും എടുത്തുകൊണ്ട് അടൂർ സിറ്റിയിലോട്ട് പോയി. കുറെ നേരം വാർപ്പ് കഴിഞ്ഞു, വാർപ്പുകാർക്ക് ഊണ് കൊടുക്കണം. അളിയൻ വന്നിട്ട് ഊണ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും അളിയൻ തിരിച്ചു വന്നില്ല. ഞങ്ങള് ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കാത്തിരുന്നപ്പം പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വീട്ടിലോട്ട് കയറി വന്നു. അപ്പം ആരാണ് സാജൻ എന്ന് തിരക്കി. അത് ഞാൻ അപ്പം എല്ലാവരും ഇറങ്ങി വന്ന് പറഞ്ഞു എൻ്റെ അളിയനാണ്, ആളായത്. എന്നാൽ അടൂര് സ്റ്റാൻഡിൽ വെച്ച് ഒരു ആക്സിഡന്റ് നടന്നു. ആളിപ്പം ആക്സിഡന്റ് സ്ഥലത്ത് കിടക്കുവാണ്. എത്രയും വേഗം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എന്തെങ്കിലും ചെയ്യും. ഞങ്ങൾ കേട്ട് ഞെട്ടി. എല്ലാ ഓട്ടോറിക്ഷയിൽ തന്നെ കയറി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആക്സിഡന്റ് ആയ വണ്ടിയും ഒരു ട്രാൻസ്പോർട്ട് ബസ്സുമായിട്ടായിരുന്നു കൂട്ടിയിടിച്ചത്. ആ വണ്ടിയും ആ ചോരപ്പാടുകളും എല്ലാം അവിടെ ഉണ്ട്. ആരോ പറഞ്ഞു എടുത്തുകൊണ്ട് ആശുപത്രി പോയി. ഉടൻ തന്നെ ഞങ്ങള് കോട്ടയം മെഡിക്കൽ കോളേജിനാണ് പോയതെന്ന് പറഞ്ഞു. വണ്ടി എടുത്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിന് ഞങ്ങൾ പോയി. അവൻ മെഡിക്കൽ കോളേജിൽ ചെന്നില്ല, അതിനു മുമ്പ് ഈ ആംബുലൻസിൽ കിടന്ന് തന്നെ പുള്ളി മരിച്ചു. അപ്പം പിന്നെ അവിടെ ചെന്നെത്താ പകുതിക്ക് വെച്ച് തന്നെ തിരിച്ചിഞ്ഞ് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അളിയന്റെ ആ മരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിച്ച ഒരു വലിയ ആഘാതം. ആ പെരമണിയൊക്കെ അവിടെ അങ്ങനെ കിടന്നു. അളിയന്റെ സൗദിയിലോട്ടുള്ള ആ കടയൊക്കെ അങ്ങനെ കിടക്കുന്നു. അത് വേറൊരാളെ ഏൽപ്പിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. ആ കടയുടെ കാര്യങ്ങള്, ഫാമിലിയെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അളിയൻ പോയതോടുകൂടി സകലതും തകർന്നു. അത് ഞങ്ങളുടെ മനസ്സിന്, എൻ്റെ മനസ്സിന് ഏറ്റവും ഒരു വലിയ ദുഃഖമായിരുന്നു. പിന്നെ ആ സമയത്ത് പിന്നെ പെങ്ങളും കുഞ്ഞും, പെങ്ങള് വിധവയായി എന്നറിയുന്നത് എല്ലാവർക്കും ഒരു വലിയ വിഷമത്തിന്റെ സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന് ആ ജീവിത സാഹചര്യം മുന്നോട്ട് പോയി. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഇങ്ങനെയൊക്കെ എന്താ ഇങ്ങനെ? കർത്താവിനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും, എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെ അതീവ ദുഃഖമായ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതാണ്? അത് കർത്താവ് തന്നെ അതിനൊരു സമാധാനം തരണം. എന്താ ഇതിനൊക്കെ ഒരു വഴി? എന്താ ഇങ്ങനെയൊക്കെ വരുന്നത്? അപ്പൊ ഈ അച്ചായനുണ്ട്. ഈ അച്ചായൻ എന്നോട് ഓരോ സമാധാന വാക്കുകളും ഒക്കെ എന്നോട് പറഞ്ഞ് എന്നെ കർത്താവിൽ ബലപ്പെടുത്തി. ലോകത്തിന്റെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ക്രിസ്തുവുമായിട്ട് ചേർന്ന് ബന്ധപ്പെട്ട് കർത്താവിന്റെ ശിഷ്യന്മാർക്കും കർത്താവ് സ്നേഹിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെയും വന്നിരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കൊരു മനസ്സമാധാനം തന്ന് എന്നെ ഇങ്ങനെ നടത്തി. അപ്പൊ എനിക്ക് കർത്താവിനോടുള്ള ആ ഒരു സ്നേഹത്തിനൊന്നും കുറവ്, ഇതിനൊക്കെ വന്ന് ദുഃഖമുണ്ടായാലും സ്നേഹത്തിനുള്ള ഒരു കുറവൊന്നും വന്നില്ല. നാൾക്ക് നാൾ എൻ്റെ ഉള്ളിൽ ആ വിശ്വാസം വർദ്ധിച്ചു വന്നതേ ഉള്ളൂ. ആ സ്നേഹം കൂടി വന്നതേ ഉള്ളൂ. ഒരിക്കലും കൈവിടാത്ത ഒരു കർത്താവ് എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ മനസ്സിൽ വന്നു. ഏത് സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു മനോബലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് തന്നു. ഈ പ്രയാസങ്ങളൊക്കെ, കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ആ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഞാൻ മതിയായവൻ എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. ആ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി. ആ സാഹചര്യത്തിൽ ഇവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, പെങ്ങൾക്ക്. ആ കുഞ്ഞ് സംസാരിക്കത്തില്ല, ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞായിപ്പോയി. അതും എൻ്റെ ജീവിതത്തിൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കുഞ്ഞ് സംസാരിക്കാതെ ഓട്ടിസം ബാധിച്ച കുഞ്ഞായി. അതിനെ ആശുപത്രിയിലോ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ചികിത്സ, ഒന്നും ഒരു പ്രയോജനമില്ല. ഓട്ടിസം ബാധിച്ചതിന് അതിനൊരു ചികിത്സയൊന്നുമില്ല. ചില കാര്യങ്ങൾക്ക് അവർക്കൊരു പ്രാക്ടീസ് കൊടുത്തവരെ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതല്ലാതെ ഒരു പൂർണ്ണമായ ഒരു സൗഖ്യമോ അതിൽ നിന്നൊരു വിടുതലോ ഒന്നുമില്ല. ആ സാഹചര്യമായിട്ട് ഒത്തുപോവുകയുള്ളൂ. അപ്പൊ പെങ്ങളുടെ ഭർത്താവുമില്ല, കുഞ്ഞിങ്ങനെ ഒരു ഓട്ടിസവുമായി പെങ്ങളുടെ ജീവിതം അങ്ങനെ പോകുന്നു. അത് വളരെയേറെ മനസ്സിന് ഒരു വലിയ വിഷമം തന്നു. എനിക്കോ കുഞ്ഞുങ്ങളുമില്ല. അപ്പം ഇത് പ്രാർത്ഥനയിലും
ആ ദൈവ സ്നേഹത്തിലൊക്കെ മുഴുകിപ്പോയി. അപ്പോൾ ഈ അച്ചായൻ എന്നെ എപ്പോഴും സമാധാനിപ്പിക്കുന്നവർ, ദൈവം ഒരു സമാധാനത്തിന്റെ വഴി കാണിച്ചു തരും. ദൈവം കൈവിടുന്ന ദൈവമല്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ അച്ഛനോട് അന്നേരം തർക്കിക്കുകയും ചെയ്യും, എന്താ അച്ചായ ഇങ്ങനെ നമ്മളോട് ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ച് ഞാൻ ചോദിക്കാറുണ്ട്. എന്നാലും ദൈവവചനത്തിലൂടെ ഒക്കെ എനിക്ക് അച്ചായൻ മറുപടി തരുകയും, ഞാൻ പിന്നെ ഈ അച്ചായൻ്റെ കൂടെ ഒക്കെ ആദ്യം പ്രാർത്ഥനയ്ക്കൊന്നും ഞാൻ ഇരിക്കത്തില്ലായിരുന്നു. ഞാൻ ഈ അച്ചായൻ റൂമിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങി വെളിയിൽ പോയി ഈ അച്ചാന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി വരത്തുള്ളൂ. അപ്പം ഒരു ദിവസം എന്നോട് അച്ചായൻ പറഞ്ഞു, എടാ നീ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം അച്ചാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ചാന്റെ കൂടെ മുട്ടുമടക്കി അവിടെ ഇരുന്നു. അച്ചാൻ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, നീയും പ്രാർത്ഥിക്കുന്നതിനൊരു ശൈലിയോ അല്ലെ പ്രാർത്ഥിക്കുന്നതിനൊരു രീതിയോ അല്ലെ പ്രാർത്ഥിക്കുന്നതിനൊരു യോഗ്യത അങ്ങനൊന്നുമല്ല. കർത്താവിനോട് നിന്റെ മനസ്സങ്ങ് തുറക്കുക. നിനക്ക് എന്തുവാ പറയാനുള്ളത് കർത്താവിനോട് അങ്ങ് പറ. അത് പ്രാർത്ഥനയായാലും എന്തായാലും നിനക്ക് കർത്താവിനോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നീ കർത്താവിനോട് തമ്മിൽ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ, അല്ലെ നിന്റെ അപ്പനോട് സംസാരിക്കുന്ന പോലെ നീ അങ്ങ് സംസാരിക്കും. അതൊരു പ്രാർത്ഥനയാണ്. ദൈവം പ്രാർത്ഥനയായിട്ട് അത് കൈക്കൊണ്ടോളും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ കൂടെ ഡെയിലി ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പം അച്ഛനൊക്കെ എനിക്കൊരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഒത്തിരി ചികിത്സ ചെയ്ത് എൻ്റെ വൈഫിനെയും കൊണ്ടുപോയി. ലാപ്രോസ്കോപ്പി സർജറി തന്നെ ഏതാണ്ട് രണ്ട് സർജറി ലാപ്രോസ്കോപ്പി തന്നെ ചെയ്തു. അല്ലാതുള്ള ചികിത്സകൾ പലതും ചെയ്തു. അപ്പം അവര് പറയുന്ന ഒരു കുഴപ്പവുമില്ല, ഉണ്ടാവും എന്നാ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കതിലുള്ള ഒരു അനുഗ്രഹവും ലഭിച്ചില്ല. അങ്ങനെ ഇരുന്ന് ഈ അളിയന്റെ മരണശേഷമൊക്കെ ഈ കുഞ്ഞുമൊക്കെ വിധവയായി കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ ഭാര്യയെയും വിളിച്ചിട്ടൊരു തീരുമാനമെടുത്തു. എന്നോട് പറഞ്ഞു, ഇനി നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ചികിത്സകളൊന്നും വേണ്ട. അനിയന്മാർക്ക് കുഞ്ഞുങ്ങളുണ്ട്, പെങ്ങൾക്ക് ഈ വയ്യാത്ത ഒരു കുഞ്ഞുണ്ട്, ഇതൊക്കെ നമ്മുടെ മക്കളാന്ന് കരുതി നമുക്ക് ഇവരെ കണ്ട് നമുക്ക് ജീവിക്കാം. നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ചികിത്സ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ലാത്ത സമയത്ത് ദൈവം തന്നെ തീരുമാനിച്ചതായിരിക്കാം നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ളത്. ദൈവഹിതം അങ്ങനെ ആയിരിക്കാം. അപ്പൊ ദൈവഹിതത്തെ മറികടിച്ച് ഇനി ഏത് ചികിത്സ ചെയ്താ നമ്മൾ രക്ഷപ്പെടുന്നത്? ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ, ദൈവഹിതമെങ്കിൽ നമുക്കിതൊന്നുമില്ലാതെ ഒരു കുഞ്ഞിനെ തരും. അങ്ങനെ ഞങ്ങള് അങ്ങ് വിശ്വസിച്ചു. 2002 അളിയൻ മരിക്കുന്നത്. 2002 ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെയും ചികിത്സ ഞങ്ങൾ നിർത്തി. ഇനി ഒരു ഗുളിക പോലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിക്കില്ല. എൻ്റെ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമെന്ന് കർത്താവിന് ഹിതമുണ്ടെങ്കിൽ തരിക. ഇനി മരുന്ന് കഴിച്ചുള്ള കുഞ്ഞുങ്ങളോ മരുന്ന് കഴിച്ചുള്ള ഒരു ചികിത്സയും ഞങ്ങൾക്ക് വേണ്ട. ഭാര്യയ്ക്കും അത് സമ്മതമായിരുന്നു. വേണ്ട എങ്കിൽ വേണ്ട, ബെന്നിച്ചാന്റെ ഇഷ്ടം പോലെന്ന് പറഞ്ഞ് ഭാര്യ അതിന് എൻ്റെ കൂടെ ഒപ്പം നിന്നു. അങ്ങനെ 2002 അളിയന്റെ മരണത്തോടു കൂടി ഞങ്ങള് ആ മരുന്നും ചികിത്സയും നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് സൗദിക്ക് പോവുകയും ചെയ്തു. അങ്ങനെ പോകുമ്പോഴും പ്രാർത്ഥനയിലും അച്ഛനെ ബലപ്പെടുത്തുകയും പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെയും ചെയ്തു. ദൈവം ഒരു വഴി കാണിക്കും, വഴി തുറക്കും. അച്ഛൻ്റെ പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ നിന്ന് 2004 ഞാനൊരു ലീവിന് ഇവിടെ വന്നു. ആ ലീവിന് വന്നത് ഓർക്കാപ്പുറത്തെ ഒരു ലീവ്. ആ ലീവിന് എഴുതി കൊടുത്ത് ലീവ് സാങ്ഷൻ ആക്കി ഒന്നും വരുന്ന ഒരു ലീവ് അല്ലായിരുന്നത്. അപ്പം ഈ ഞങ്ങളുടെ ഓഫീസിന്റെ മുന്നേ കൂടെ വെറുതെ ഇങ്ങനെ ആ വഴി കൂടെ ആ വരാന്തേ കൂടെ ഒന്ന് ഉലാത്തി വേറൊരാടെ കൂടെ. അപ്പൊ അകത്തിരുന്ന് എൻ്റെ മാനേജർ എന്നെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പം സൗദിയാണ് മാനേജര്. പിന്നെ ഞാൻ മിക്കവാറും ലീവ് ചോദിക്കുക, അതിലേറ്റവും കൂടുതൽ ലീവിന് വരുന്നത് ഞാനായിരുന്നു ഞങ്ങളുടെ ആ സെക്ഷനിൽ. കാര്യം ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നതുകൊണ്ട് ഞാൻ ഓരോ വർഷം തികയുന്നതിന് മുമ്പ് വരെ ലീവിന് വരുമായിരുന്നു. അപ്പൊ ഈ മാനേജർ എന്നെ കണ്ടുകൊണ്ട് എന്നെ വിളിച്ചു, നീ എന്തോ ഇതുവഴി കറങ്ങുന്നത്, നിനക്ക് ലീവ് വേണോ, അതിനാണോ നീ വരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു, തരുമോ എനിക്കിപ്പോ ലീവ് എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, നിനക്ക് പോണോ ഇന്ത്യക്ക്? ഞാൻ പറഞ്ഞു, എനിക്ക് പോകണം. എന്നാ ഒരു പേപ്പർ എടുത്തുകൊണ്ട് പൂരിപ്പിച്ചുകൊണ്ട് ആ ലീവ് പോകും, ഞാൻ ഒപ്പിട്ട് തരാമെന്ന്. അന്നേരം തന്നെ ആ ഓഫീസിൽ നിന്ന് ഒരു ഫോം എടുത്ത് പൂരിപ്പിച്ച് കൊടുത്തു. ലീവ് സാങ്ഷൻ ആക്കി ഞാൻ ഇങ്ങോട്ട് കയറി വരും. വൈഫിനോട് പോലും ഞാൻ പറഞ്ഞില്ല ഇന്നപ്പം ഞാൻ വരുമെന്ന്. പണ്ട് ഞാൻ ഡേറ്റുകൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് തിരുവനന്തപുരത്ത് വരും, കാർ അയക്കണം എന്നൊക്കെ പറഞ്ഞാ ഞാൻ വരാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ വന്നപ്പം 2004 വന്നപ്പം ഒരറിവും കൂടാതെ ഞാൻ കയറി വന്ന് ഞങ്ങള് 3 മാസം
ഇവിടെ ഒന്നിച്ച് താമസിച്ചു. ഒരു ദിവസം സ്ത്രീകൾക്കുള്ള മുറകളൊക്കെ വരുന്നത് ഒന്ന് ലേറ്റ് ആയപ്പോൾ, പല പ്രാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും ഒരു ഫലം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ഇങ്ങനെ വൈഫ് എന്നോട് പറഞ്ഞപ്പം എന്നാ ഒന്ന് പരിശോധിച്ച് കളയാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ലാബറട്ടറി കൊണ്ട് ആ മൂത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പം അവരവിടുന്ന് റിസൾട്ട് തന്നു, പോസിറ്റീവാണെന്ന്. അതൊരു വലിയ സന്തോഷമായിരുന്നു. ഗർഭിണിയാണെന്ന്. ഒരു ചികിത്സയും ചെയ്തില്ല 2-3 വർഷക്കാലം. ഒരു ലീവിന്റെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഓർക്കാപ്പുറത്ത് ദൈവം കൊണ്ടുവന്നത് പോലാണ് ആ സമയത്ത്. അതിൽ വേറൊരു രസവും അതിനകത്തൊരു വലിയ ഒരു അത്ഭുതമുണ്ട്. അത് ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് അതൊരു അത്ഭുതം എന്ന് പറയുന്നത്. ലീവിന് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു ദിവസം, ഉദ്ദേശിച്ച ഒരു ദിവസം ഞാൻ പറയുക, ആ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു 25-ാം തീയതിയാണ് അവിടുന്ന് കയറുന്നതെന്ന് വെച്ചു. അപ്പൊ 25-ാം തീയതി കയറാൻ ടിക്കറ്റ് ഓക്കെ ആയി ഇങ്ങനെ നിന്നപ്പോൾ ഞാനൊരു 21-ാം തീയതി ആയപ്പോൾ എൻ്റെ ജോലിയൊക്കെ നിർത്തി, സ്റ്റോർ ക്ലിയറൻസ് ഒക്കെ വാങ്ങിച്ച്, പിന്നെ ആ 3-4 ദിവസം അവിടെ തന്നെ ഞാൻ കഴിഞ്ഞു. അത് സർക്കാർ സർവീസ് ആയതുകൊണ്ട് വലിയ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. ഇവിടുത്തെ സർക്കാർ സർവീസ് പോലൊക്കെ തന്നെയാണ്. അവിടെ നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യം 4 ദിവസം മുമ്പ് തന്നെ കയറിപ്പോ. അപ്പൊ എൻ്റെ ഒരു ഫോർമാൻ എന്നോട് പറഞ്ഞു, എടാ നിന്റെ ജോലിയൊക്കെ തീർന്നില്ലേ, നീ എന്നാ പോകുന്നത്? ഞാൻ 25-ന്. നീ എന്തിനാ 25 വരെ ആക്കുന്നത്? ഞാൻ നിനക്ക് ക്ലിയറൻസ് തന്നേക്കാം, നീ ഇന്ന് വേണേ കയറി പോകും ടിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പം ടിക്കറ്റ് തിരക്കിയപ്പോൾ ടിക്കറ്റ് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ടിക്കറ്റ് കിട്ടും. ഞാൻ ആ 22-ാം തീയതി തന്നെ ഇവിടെ കയറി. അത് ഓർക്കാൻ പറ്റും. പക്ഷെ ആ 22-ാം തീയതി ഞാൻ ഇവിടെ വരുമ്പം കറക്റ്റ് ടൈമാ. ആ അറിയാമല്ലോ ഭാഷ, കറക്റ്റ് ടൈമിലാണ് ഞാൻ വന്നത്. അപ്പൊ അതും ദൈവം എന്നെ കറക്റ്റ് ടൈമിൽ ഓർക്കാപ്പുറത്ത് ലീവ്, ഈ സമയം, ഇതിലെല്ലാം എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു. അങ്ങനെ എൻ്റെ ഭാര്യ ഗർഭിണിയായി. അച്ഛാ, ഇടയ്ക്ക് ഞാനങ്ങ് പറയുകയാണ്, അതൊന്നും യാദൃച്ഛികമല്ല, ദൈവത്തിന്റെ കറക്റ്റ് പ്ലാനിങ്. അതെ, ദൈവം പ്ലാൻ ചെയ്തതാ ആ ദിവസങ്ങളൊക്കെ. പക്ഷെ ഞാൻ 25-ാം തീയതിയാണ് വരുന്നതെങ്കിൽ ഈ സമയങ്ങൾക്കൊക്കെ ഒത്തിരി മാറ്റമുണ്ട്, അറിയാമല്ലോ. അപ്പൊ കറക്റ്റ് തന്നെ 22-ാം തീയതി തന്നെ എന്നെ ദൈവം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾക്കൊരു ഗർഭിണിയായി. അത് കഴിഞ്ഞ് ഞാൻ പോകുന്നു. പിന്നാണ് പ്രയാസത്തിന്റെ കാര്യങ്ങളിലോട്ട് കടക്കുന്നത്. ഈ ഗർഭിണി ഒരു 4 മാസം ഗർഭിണി ആയപ്പോ തൊട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇരിക്കാൻ സാധ്യമല്ല, നടു വളയത്തില്ല, കിടക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിലോട്ട് വന്നു. നടുവിന് ഭയങ്കര വേദന. അങ്ങനെ 9 മാസക്കാലം എൻ്റെ ഭാര്യ നിന്നും നടന്നും ചെറുതായിട്ട് ഇരുന്നുമാണ് ഗർഭപാലം കഴിച്ചു കൂട്ടിയത്. അങ്ങനെ പ്രസവിക്കുന്ന സമയമായി. അങ്ങനെ ചെങ്ങന്നൂര് ഒരു ഹോസ്പിറ്റലിലാണ്, പിന്നെ സെഞ്ചുറി ഹോസ്പിറ്റൽ, അവിടെ ആയിരുന്നു പ്രസവം. സിസേറിയനായിരുന്നു, പ്രസവം കഴിഞ്ഞു. പക്ഷെ പ്രസവം കഴിഞ്ഞതോട് ഭാര്യയ്ക്ക് ഒരു വലിയ പ്രശ്നം സംഭവിച്ചു. ഭാര്യയുടെ 2 കാലും അരയ്ക്ക് താപ്പറി തളർന്നുപോയി. കുഞ്ഞ് നോക്കിയപ്പോൾ കുഞ്ഞിന്റെ 2 കാലും വളഞ്ഞായിരിക്കുന്നത്. അപ്പം ഒരു കുഞ്ഞിനെ തന്നെങ്കിലും കുഞ്ഞിന്റെ 2 കാലും വളഞ്ഞ് ഭാര്യ അരയ്ക്ക് താമ്പറി തളർന്ന രീതിയിലാണ് എൻ്റെ കിട്ടുന്നത്. അപ്പൊ ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇതെന്താ ഇങ്ങനെ? അപ്പൊ അതിനൊന്നും എനിക്ക് ഉത്തരവില്ല. ഞാൻ ദൈവവചനത്തിലൊക്കെ സമാധാനം കണ്ട് ദൈവം ഇതിനൊരു പരിഹാരം തരും, ദൈവം ഇതിനൊരു സൗഖ്യം തരും, ദൈവം അങ്ങനെ നമ്മളെ ദോഷകരമായി പരീക്ഷിക്കുന്ന ദൈവമല്ല എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നു. ദൈവം സഹായിച്ച് ഉടൻ തന്നെ ഭാര്യയെ പിറ്റേ ദിവസം തന്നെ ഈ നട്ടലിന്, സ്പൈനൽ കോഡിന് സർജറി വേണം, അത് ആ ആശുപത്രിയിലില്ല, അമൃത ആശുപത്രിയിലേ ഉള്ളൂ. ഉടൻ തന്നെ അവിടെ കൊണ്ടുപോയി ആ ചികിത്സ നടത്തിയെങ്കിലേ, ഓപ്പറേഷൻ ചെയ്തെങ്കിലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞ് സിസേറിയൻ ചെയ്ത് തലേ ദിവസം ഈ ഹോസ്പിറ്റലാണ്, പിറ്റേ ദിവസം നട്ടലിന്റെ ഓപ്പറേഷന് വേണ്ടി അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം കുഞ്ഞിനെ നോക്കാനും വളരെ ബുദ്ധിമുട്ട്. അപ്പം ഈ ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെയും കൂടാണ് ആംബുലൻസിൽ ഈ അമൃത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലീവിന് ഇനി വന്നു. ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയെന്ന് അറിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ ലീവിന് വന്നു. ഞാൻ നേരെ വരുന്നത് അമൃതയിലോട്ടാണ് വരുന്നത്, വീട്ടിലോട്ട് വന്നില്ല. അമൃത ആശുപത്രിയിൽ ഇവർ അഡ്മിറ്റാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഈ വേണ്ടപ്പെട്ടവർ, ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഓപ്പറേഷനൊക്കെ നടത്തി, എല്ലാം നടന്ന് ഞാൻ വന്നു കഴിഞ്ഞുടനെ കാല് 2ഉം വളഞ്ഞതും നടു തളർന്നതുമായ ഒരു ഭാര്യയായ എൻ്റെ കയ്യിലോട്ട്. സാധാരണ ഏത് മനുഷ്യനും അവിടെ ഒരു വലിയ
വിഷമത്തിലും ഒരു സ്തംഭിച്ചു നിൽക്കുന്നതായ ഒരു സാഹചര്യമാണ്. ഇനി ഇവരെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ജോലിക്ക് എങ്ങനെ പോകും? ജോലിക്ക് പോയാൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും? ഇവരിവിടെ എങ്ങനെ കഴിയും? ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നോക്കും? ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറയുക, ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞു, ഇനി വീട്ടിൽ കൊണ്ടുപോകൂ, ഫിസിയോതെറാപ്പി ചെയ്താൽ മതി, ഈ ഫിസിയോതെറാപ്പിയിലൂടെ ഇതങ്ങ് റിക്കവർ ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് സൗദിയിൽ നിന്ന് വരുന്ന വരവേ അമൃതയിൽ ഇറങ്ങി ഇവരെ ഡിസ്ചാർജ് ചെയ്ത രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടുവരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നത് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എണീറ്റ് നടക്കുവാനും ചില കാര്യങ്ങളും ഒക്കെ ചെയ്യുവാൻ സാധിക്കുമെന്നാണ്. പക്ഷെ 1 വർഷം എങ്ങനെ നോക്കും? എൻ്റെ അമ്മയാണെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ഇനി ആരെങ്കിലും വേലക്കാരെ നിർത്തിയെങ്കിലേ നോക്കാൻ പറ്റത്തുള്ളൂ. അതിനൊക്കെ വലിയ പ്രതികൂലങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ വിഷമിച്ച്, കുഞ്ഞാണോ, കുഞ്ഞിന്റെ 2 കാലും വളഞ്ഞു ഇരിക്കുക, അതെന്ത് ചെയ്യും? അങ്ങനെ പ്രതികൂലങ്ങളിൽ നിന്ന് എന്നാലും ദൈവത്തോടുള്ള ആ വിശ്വാസം ഞാൻ വിട്ടില്ല. ഞാൻ മുറുക്ക പിടിച്ചു ദൈവത്തെ. എൻ്റെ ദൈവത്തെ ഞാൻ ഏത് രാത്രിയിലും എൻ്റെ ടെറസിന്റെ മണ്ടയിൽ കയറി നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഇതിനൊരു വിടുതൽ തരണം, എനിക്ക് ഇതിലൊരു സൗഖ്യം തരണം, എനിക്ക് തിരിച്ച് ജോലിക്ക് പോകണം. ദൈവം അത്ഭുതം പോലെ 1 വർഷം കൊണ്ടേ എണീറ്റ് നിൽക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിടത്ത് എനിക്കന്ന് 4 മാസത്തെ അവധി ഉണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എണീറ്റ് നിന്നു. നടക്കുവാനും കുഞ്ഞിനെ എടുക്കുവാനുമുള്ള ബലം ദൈവം വൈഫിന് കൊടുത്തു. അത് കണ്ടപ്പോൾ എനിക്കൊരു വലിയ വിശ്വാസമായി. എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടുണ്ടെന്നുള്ളത്. ഞാൻ സുഖമായിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് എൻ്റെ ഭാര്യ അങ്ങോട്ട് ചെറുതായിട്ട് നടക്കുന്നത് കണ്ടാണ്ടാണ് ഞാൻ സൗദിക്ക് 2ാമത് പോകുന്നത്. അങ്ങനെ എൻ്റെ സൗദി ആ ഒരു കുഞ്ഞിന്റെ കാലിന്റെ കാര്യം, പിന്നെ കുഞ്ഞിന് 9ാമത്തെ ദിവസം ജനിച്ച 9ാമത്തെ ദിവസം കുഞ്ഞിന്റെ കാലെ പ്ലാസ്റ്റർ ഇട്ടു. അപ്പം ഈ വളവ് മാറാൻ വേണ്ടി അങ്ങനെ 9 മാസം പ്ലാസ്റ്റർ ഇട്ട്, ആ പ്ലാസ്റ്റർ എടുത്ത് തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലില് ഒരു ഓർത്തോ സർജൻ ഉണ്ടായിരുന്നു. പുള്ളി ഓപ്പറേഷൻ ചെയ്ത് ആ കാല് നേരെയാക്കി. പണ്ടൊന്നും അതിനൊന്നും ചികിത്സയില്ലായിരുന്നു. ഇപ്പോഴത്തെ കാലത്തൊക്കെ അതിന് ഓപ്പറേഷനും ചികിത്സയൊക്കെ ഉണ്ട്. അങ്ങനെ കുഞ്ഞ് 1 വയസ്സ് 2 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞെണ്ണീച്ച് നടന്നു, കാലിന്റെ വളവൊക്കെ മാറി. ഓക്കെ, ഇപ്പോഴും അവർക്ക് നേഴ്സിംഗ് പഠിക്കുന്ന ചെന്നൈ സേലം വിനായകല 3ാം വർഷമായി. അപ്പം ഒരു കുഴപ്പമില്ല, ദൈവം നടത്തുന്നു, സന്തോഷത്തോടെ ആയിരിക്കുന്നു. അങ്ങനെ ഇരുന്ന് സൗദി ജീവിതമൊക്കെ കഴിഞ്ഞു. എന്നാലും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ഞാൻ 2007 സ്നാനപ്പെട്ടു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴും വൈഫ് സ്നാനപ്പെട്ടില്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ചുമില്ല, നീ സ്നാനപ്പെടും. നിർബന്ധിച്ച് ചെയ്യാനുള്ള കാര്യമല്ലല്ലോ സ്നാനം. മനുഷ്യന് നമുക്ക് ദൈവത്തോട് ചേരണമെന്നും ദൈവത്തിന്റെ ആ ഇഷ്ടത്തിനകത്ത് നിൽക്കണമെന്നും നമ്മുടെ മനസ്സിലാ തോന്നണ്ടേ. അപ്പൊ ഞാൻ വൈഫിനോട് 1 പ്രാവശ്യം പോലും നീ സ്നാനപ്പെടണം എന്ന് ഞാൻ പറഞ്ഞില്ല. എന്തുവാ ദൈവം തോന്നിക്കുന്നേ, എന്തുവാ ദൈവഹിതം, അതുപോലെ പോകട്ടെ, സത്യം നിന്നെ വഴി നടത്തട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൗദിയിലായിരിക്കുമ്പം ഒരു ദിവസം ഭാര്യയെ സൗഖ്യമൊക്കെ ലഭിച്ച്, കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു. ഒരു ദിവസം എന്നെ വിളിച്ചു പറയുക, ബെന്നിച്ച, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ ഒരു വാക്ക് പോലും സ്നാനത്തിൽ നിർബന്ധിച്ചില്ല. എന്നോട് ഇങ്ങോട്ട് പറയുക, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഞാൻ അതിനുള്ള ഏർപ്പാട്, എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു പാസ്റ്ററൊക്കെ ഉണ്ട്, ഞാനിവിടെ പറഞ്ഞു. അപ്പം പിന്നെ പുള്ളി ആ സ്നാനത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഞാനന്ന് സൗദിയില്ല, ഞാനിന്ന് ഇവിടെ വന്നിട്ടുമില്ല, സ്നാനത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പാസ്റ്റർ ചെയ്തു. അങ്ങനെ സ്നാനപ്പെട്ടു. അപ്പം ആ സമയം നീണ്ടുപോകുന്നു. ആ സ്നാനത്തിലും ഒരു അത്ഭുത സാക്ഷ്യമുണ്ട്. ആ സ്നാനത്തിന്റെ ദിവസം നടന്ന ഒരു അത്ഭുത സാക്ഷ്യമുണ്ട്. അതുകൂടെ ഞാനങ്ങ് പറയുക, സമയം നീണ്ടുപോയാലും. അത് ബ്രസ്റ്റിന് ഒരു നീരുണ്ടായിരുന്നു എൻ്റെ വൈഫിന്. അത് അവിടെ ഒരു ചെറിയ ഞുണല് പോലും വരും, അതങ്ങ് പഴുക്കും, അങ്ങ് പൊട്ടും. അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്ന് 6 or 7 ഓപ്പറേഷൻ ബ്രസ്റ്റേ ചെയ്തു. അവിടുന്ന് ഞാനിതിന് പൈസ അയച്ചു കൊടുക്കും, ഇവിടെ അവർ ചെയ്യും. അത് ഓരോ മാസം ഇടവിട്ടാണ് ഇത് വരുന്നത്. അതിന്റെ ടെസ്റ്റുകളൊക്കെ നടത്തി എല്ലാ കാര്യമൊക്കെ നോക്കിയപ്പോൾ അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് എന്തോ ഇങ്ങനെ വരുന്നത് എന്ന് ആലോചിച്ചു. അത് ഇരുന്നൊരു ദിവസം ഒരു 6 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഒരു വഴി തരും ദൈവം. അങ്ങനെ ഇരുന്ന് ആ സമയത്താണ്
ഒരു പ്രാവശ്യം അങ്ങനെ ബ്രസ്റ്റ് നീര് പിടിച്ച് പഴുത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫ് പറയുന്നത് ഞാൻ സ്നാനപ്പെടുമെന്ന്. അങ്ങനെ ആ ബ്രസ്റ്റ് വീർത്ത് പഴുത്തിരിക്കുന്ന സമയത്താണ് ചെന്ന് സ്നാനക്കുളത്തിൽ മുങ്ങുന്നത്. ആ മുങ്ങി തിരിച്ചു വന്ന ആ രാത്രി, ആ പാതിരാത്രി 12 മണി ആയപ്പോൾ ബ്രസ്റ്റ് എന്ന് അവള് പറയുന്നു സൗണ്ട് വരെ കേട്ടത്. ബ്രസ്റ്റ് എന്നൊരു ശബ്ദത്തോടെ അത് പൊട്ടുക. പൊട്ടിയിട്ട് പഴുപ്പെല്ലാം കൂടെ അങ്ങ് ഒരു കുടത്തിന്ന് മറിക്കുന്ന പോലെ മറിക്കുക, കമന്ന് കിടക്കും. താഴെ എൻ്റെ അമ്മായിയമ്മയെ വിളിച്ചു, എൻ്റെ അമ്മ വന്നു, താഴെ ഒരു പാത്രം കൊണ്ടുവച്ചു. ആ പാത്രം മുഴുവനും പഴുപ്പ്. പുള്ളിക്കാരി സ്വന്തമായിട്ട് അത് കഴിഞ്ഞ് എണ്ണീച്ച് സ്റ്റെറിലൈസ് ചെയ്ത പഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചൊക്കെ തുടച്ച് ആ പൊട്ടിയിടമൊക്കെ തുടച്ച് ക്ലിയർ ആക്കി അങ്ങനെ നിന്നു. അന്ന് ആ പഴുപ്പ് പൊട്ടി അന്ന് പോയതാ, ആ സ്നാനപ്പെട്ട അന്ന്. ഇന്നേ വരെ പിന്നെ ഇപ്പം എത്ര വർഷമായി? 20 വർഷോളമായി, 18-20 വർഷത്തോളമായി. ഇന്നേ വരെ ആ ഒരു പ്രശ്നം പിന്നെ വന്നിട്ടില്ല. ആ സ്നാനക്കുളത്തിൽ മുങ്ങിയിട്ട് കയറി വന്ന ആ രാത്രിയിൽ സംഭവിച്ച ഒരു സാക്ഷ്യമായിരുന്നത്. അപ്പം പിന്നെ വൈഫിനും ഒരു വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ആ വിശ്വാസത്തിന്റെ പാതയിലൊക്കെ ഉറച്ച് എന്നോടുകൂടെ നിൽക്കുവാനും ഒക്കെ ഒരു ബലം ദൈവം കൊടുത്ത് ആ വിശ്വാസത്തിൽ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ഈ സമയത്താണ് സൗദി അറേബ്യ ഞാൻ പോയി, പിന്നെ ജോലിയായി, അതുപോലെ ഞാൻ കഴിഞ്ഞു പോകുന്നു. ഇങ്ങനെ പോയി 2012 ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ജോലിയൊക്കെ നിർത്തി തിരിച്ചു വരികയാണ് നാട്ടിലോട്ട്. ഇനി എന്ത് വലിയൊരു ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കാം, അങ്ങനൊക്കെ പോയി. അങ്ങനെ ഞാൻ ഇവിടെ ഒരു സഭയിലൊക്കെ ചേർന്ന് ഇങ്ങനെ വിശ്വാസത്തിന്റെ പാതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പത്തനംതിട്ട ടാമി ചർച്ച് സന്തോഷ് പാസ്റ്ററെ സന്തോഷ് പാസ്റ്ററിനെ അറിയാമോ പാസ്റ്റർ? അതെ പാസ്റ്ററെ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ആ പാസ്റ്ററെ പരിചയപ്പെടാനും ഞാൻ ആ പാസ്റ്ററുടെ ചർച്ചിൽ ഒരു വിശ്വാസിയായിട്ടിരിക്കാനും, പാസ്റ്റർ ഞാനും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബന്ധം, ഒരു വിശ്വാസിയും പാസ്റ്ററും തമ്മിൽ പോലും അല്ലാതെ ഒരു ബന്ധമായിരുന്നു ഞാനും സന്തോഷ് പാസ്റ്ററും തമ്മിൽ. അങ്ങനെ ഞങ്ങൾ ആ സഭയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സന്തോഷ് പാസ്റ്ററുടെ മരണം, പിന്നെ അവിടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് സാം പാസ്റ്റർ, ഈ സാം പാസ്റ്റർ അവിടെ പാസ്റ്ററായിട്ട് ചുമതലയേക്കുകയും ആ പാസ്റ്ററുടെ കൂടെ ഞങ്ങൾ വിശ്വാസത്തിലൊക്കെ കടന്നു പോവുകയും ആ പാസ്റ്ററുമായിട്ടും എന്നെ വളരെ, അത് ഞാൻ തുടർന്ന് വരുന്ന സന്ദർഭങ്ങളിലുണ്ട്, പാസ്റ്ററിനെ ഒത്തിരി സഹായിച്ച് എന്നെ നടത്തിയ ഒരു ദൈവദാസനാണ് സന്തോഷ്, ഈ സാം പാസ്റ്റർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ചെറിയ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ എടുത്ത് ചെയ്ത് നടന്ന് ജീവിച്ചു പോരുന്ന സമയത്താണ് ഒരു ദിവസം ഞാൻ ഒരു യൂറിനറി ഇൻഫെക്ഷൻ, ഒരു പനിയായിട്ട് അടൂർ മരിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അങ്ങനെ അഡ്മിറ്റായി 10 ദിവസം അവിടെ കിടന്ന് ചികിത്സിച്ച് ഞാൻ സുഖം പ്രാപിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ജോലിയിലൊക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ഈ ആശുപത്രിയിലൊക്കെ കൊണ്ടുവന്ന് എന്നെ ഈ സാംബാസ്റ്റർ, വണ്ടിയുണ്ട്, വണ്ടിയെ വന്നിട്ട് സാംബാസ്റ്റർ എന്നെ കൊണ്ടുപോകും, അവിടെ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യും. പുള്ളി എന്നെ അഡ്മിറ്റ് കൊണ്ട് കാണിക്കാനാണെ കാണിച്ച് തിരിച്ചുകൊണ്ട്, അത് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ എൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മോന്റെ പ്രായം പോലെ ഉള്ളൂ ഇപ്പം സാംബാസ്റ്റർ. അപ്പൊ എന്നെ അത്രത്തോളം സഹായിച്ച് എന്നെ ഇവിടെ കൊണ്ടുവരും. പിന്നൊരു ദിവസം ഞാൻ എൻ്റെ റൂമില് ഓർക്കാപ്പുറത്ത് ഞാൻ അങ്ങ് മയങ്ങി താഴെ വീഴുകയായിരുന്നു. അങ്ങനെ മയങ്ങി താഴെ വീണപ്പോഴും എന്നെ എടുത്തുകൊണ്ട് ഈ ആശുപത്രി തന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം വിടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയത്തില്ല. ആ ആശുപത്രിയിൽ അവിടെ കൊണ്ടുവന്നപ്പം ആ ആശുപത്രി പറഞ്ഞു ഉടൻ എന്നെ കണ്ടേച്ച് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ എന്നെ ചെക്കപ്പിന് വേണ്ടി റൂമിൽ വന്ന് ചെക്കപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ ഉടൻ തന്നെ എൻ്റെ വൈഫിനോടും ഈ പാസ്റ്ററോടും ഒക്കെ പറയാം, ഈ ഹോസ്പിറ്റലിൽ ഒക്കത്തില്ല, ഏതേലും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ എന്തുവാ ഡോക്ടറെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഡോക്ടർക്കും കാര്യമായിട്ടൊന്നും അറിയില്ല. എൻ്റെ ശരീരത്ത് പ്രവർത്തിക്കേണ്ടതായ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നില്ല, ഹാർട്ടായാലും മറ്റു കാര്യങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാ ഡോക്ടർ പറഞ്ഞു. ഉടൻ തന്നെ ആംബുലൻസ് എന്നെ ബിലീവേഴ്സ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ബിലീവേഴ്സ് ആശുപത്രി കൊണ്ടുപോയി എന്നെ ICUലോട്ട് കയറ്റി.
കുറച്ച് പിന്നെ ആ കയറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു വന്ന് ഇവര് പറഞ്ഞ കാര്യങ്ങളാ ഞാൻ അറിയുന്നത്. ഇവര് പറഞ്ഞ ഞാൻ അറിയുന്നത് അന്ന് അവിടെ കയറിയപ്പം ഞാൻ മയങ്ങിയത്. പിന്നെ 10 ദിവസം ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. 10 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. ആ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണു തുറക്കുന്ന ഓർമ്മ വരുന്ന കാലം മുതലേ പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഇവര് അവിടെ നടന്നതൊക്കെ ഇവരാ എന്നോട് പറഞ്ഞു. ഈ കാലങ്ങളിലൊക്കെ ഈ സാമ്പാഷൊക്കെ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ എല്ലാ സഹായത്തിനും ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാനും എടുക്കുവാനും മറ്റെല്ലാ കാര്യങ്ങളുടെയും ചുമതല പോലെ ഇങ്ങനെ കഴിഞ്ഞു. ആ വെന്റിലേറ്ററിൽ കിടന്ന കാര്യങ്ങളിൽ ഡോക്ടർ പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർ വിധി എഴുതി. അപ്പം ഇവരെന്നെ കാണാൻ വെന്റിലേറ്ററിൽ വരുമ്പോൾ ഇവർ പിന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങള്, അങ്ങേ വെന്റിലേറ്ററിലും ഇങ്ങേ വെന്റിലേറ്ററിലും ഓരോരുത്തർ കിടക്കും, അവർ ചെല്ലുന്നുണ്ടെ അവരെ കാണാനില്ല, അത് തിരക്കുന്നുണ്ടെ അവര് കടന്നുപോയി, മരിച്ചു, പുറയിലത്തെ വാതിലൂടെ എടുത്തോണ്ട് പോയി. അപ്പൊ കാണാൻ വരുന്ന വേണ്ടപ്പെട്ടവർക്ക് അതൊരു വിഷമമാണ്. ഇന്നലെ കണ്ട ഇല്ല, ഇനി എന്റെ കാര്യം എന്താവും എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയമാവർക്ക്. എന്നാലും അവർ റൂമിൽ പാസ്റ്ററും എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്ന് 10 ദിവസം ഞാൻ വെന്റിലേറ്റർ ആയിരുന്നു. മരിച്ചു എന്നെല്ലാവരും വിധി എഴുതി. ഡോക്ടർ പല പ്രാവശ്യം ചോദിച്ചു വെന്റിലേറ്റർ എടുക്കട്ടെ എന്ന്. അപ്പോഴും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ പറഞ്ഞു ഏതായാലും വെന്റിലേറ്റർ എടുക്കണ്ട, വെന്റിലേറ്ററിനുള്ളിൽ തന്നെ കിടന്ന് മരിക്കണ്ട, ഏതായാലും വെന്റിലേറ്റർ എടുത്ത് മരിക്കണ്ട എന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഡോക്ടർ എല്ലാവരെയും വിളിച്ചു കൂട്ടി പറഞ്ഞു ഇനി മുന്നോട്ട് പോകത്തില്ല, ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല, കിഡ്നി പ്രവർത്തിക്കുന്നില്ല, തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല, ഒന്നും ഒരു മനുഷ്യന് വേണ്ടതായ ഒന്നും എനിക്കില്ല. അപ്പൊ മരിച്ച നിലയിൽ തന്നെയാണ്. മരിച്ചു എന്ന് ഡോക്ടർ ബിലിവേഴ്സിലെ 3-4 ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ മരിച്ചു, ഇനി ഒരു രക്ഷയുമില്ല, നിങ്ങളെ കൊണ്ടുപോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പിന്നെയും വിസമ്മതിച്ചു നിന്നു കൊണ്ടുപോകാതെ. അപ്പൊ ഒരു ദിവസം ആ ഒരു വൈകിട്ട് ഡോക്ടർ പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യും, 1 മണിക്കൂറിലൂടെ കഴിഞ്ഞ് വന്ന് നിങ്ങൾ ബോഡി കൊണ്ടുപോകും, അരമണിക്കൂറിനുള്ളിൽ ആള് മരിച്ചിരിക്കും. അപ്പൊ ഇത് പറയുമ്പോൾ പലരും അവിടെ കേട്ടു നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാം നാട്ടിലോട്ട് ആ ന്യൂസ് അങ്ങ് പരത്തി, ബെന്നി മരിച്ചു. അങ്ങനെ മരിച്ചു എന്ന് നാടെല്ലാം മരിച്ചു എന്നുള്ള വാർത്ത പറയുന്നു. പലരും എൻ്റെ വീട്ടില് ഇപ്പൊ ഓടി വരും, ഒന്ന് മോർച്ചറി വെക്കുന്നതിന് മുമ്പ് ഒന്ന് കാണാം എന്നുള്ള കാര്യത്തോടു കൂടി എൻ്റെ വീട്ടുപടിക്കലൊക്കെ വന്ന ആളുകൾ നിരന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് മൊബൈലിൽ ആദരാഞ്ജലികൾ അടിക്കുകയും ചെയ്തു. അപ്പൊ ആദരാഞ്ജലികൾ അടിച്ച് അതങ്ങ് പരത്തി. ഈ വീട്ടുകാരെല്ലാം ഈ നാട്ടുകാരും എൻ്റെ വീടിന്റെ മുന്നിൽ ഓടി വരുന്നതും കാത്ത് ഇങ്ങനെ നിന്നു. അത് നാട്ടിലെ സംഭവം. അപ്പൊ ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവം പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് ബോഡി കൊണ്ടുപോക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിനവിടെ ഒരു ദൈവഹിതം നടന്നു. ഈ സാംബാസ്റ്റർ എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും ആരേലും ഈ വിവരം പറയണമല്ലോ, അതിന് ഡോക്ടർ നിങ്ങൾ ബന്ധുക്കൾ അതിന് തയ്യാറായി ഇരുന്നു എന്നുള്ള കാര്യത്തിൽ വിവരം പറയാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞപ്പം ആരും വൈഫിനോടും കുഞ്ഞിനോടും ഇങ്ങനെ ഒരു അവസ്ഥ അവർക്കറിയാം, എന്നാലും 1 മണിക്കൂർ കഴിഞ്ഞ് ബോഡി കൊണ്ടുപോക്കൂ എന്ന് പറഞ്ഞ ആ അവസ്ഥ ആരും അറിയിച്ചില്ല. ആരറിയിക്കും? ലാസ്റ്റ് സാംബാസ്റ്റർ തന്നെ എൻ്റെ വൈഫും കുഞ്ഞും ഇരിക്കുന്ന മുറി വന്ന് പറഞ്ഞു ദൈവഹിതം എന്താണെന്നുള്ളത് 1 മണിക്കൂർ കൊണ്ട് അറിയാം. അപ്പൊ അതിന് എന്തുവാന്ന് വെച്ചാൽ നമ്മള് ആ ചിന്തയിലായിരിക്കണം, അത് ഏറ്റെടുക്കാൻ തക്കവണ്ണം ബലം പ്രാപിക്കണം, കർത്താവ് ബലം തരട്ടെ എന്നിങ്ങനെ സാംബാസ്റ്റർ പറഞ്ഞു. അപ്പൊ എൻ്റെ കുഞ്ഞെണ്ണീച്ച് നിന്നിട്ട് സാംബാസ്റ്റർ ഇന്നും പറയുന്ന ഒരു സാക്ഷ്യമാണ്. എൻ്റെ കുഞ്ഞെണ്ണീച്ച് നിന്നിട്ട് സാംബാസ്റ്റർ പറഞ്ഞു പാസ്റ്ററെ എൻ്റെ പപ്പ മരിക്കത്തില്ല. അവൾ എണീറ്റ് നിന്ന് സാംബാസ്റ്റർ പറഞ്ഞു എൻ്റെ പപ്പ മരിക്കത്തില്ല. സാംബാസ്റ്റർ പറഞ്ഞു ആ ദൈവം നിന്റെ ഇഷ്ടം നടത്തട്ടെ എന്ന് കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് സാംബാസ്റ്റർ ഇറങ്ങിപ്പോയി. അവരെ വെന്റിലേറ്ററിൽ നിന്ന് ഇപ്പം ബൈസ്റ്റാൻഡറെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയോട് ഇരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഇവിടെ ഒരു കാര്യം വെച്ചാൽ വിട്ടുപോയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കുഴപ്പമില്ല. ഇവിടെ ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് ഞാനൊന്ന് പറഞ്ഞിട്ട് ഒന്ന് വിശദീകരിച്ചിട്ട് അച്ഛനത് പറയും. പാസ്റ്റർ കൂടെ വീഡിയോയിലോട്ട് വരാം കേട്ടോ. ആണല്ലേ, പിന്നെ കുഴപ്പമില്ല, പാസ്റ്റർ അച്ഛൻ്റെ സൈഡിലോട്ട് വരാം. അപ്പം സംഭാഷണം ഇതിന്റെ ഈ വീഡിയോയുടെ എല്ലാ ഹെൽപ്പും ചെയ്ത്, കാരണം അച്ഛനെ നിങ്ങൾ കണ്ടല്ലോ, കൈകളുടെ വിരലുകളില്ല, ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ കൈ എന്ന് പറയുന്നത് പത്തിയില്ല, 2 കൈയുടെയും പത്തിയില്ല. അപ്പോൾ അച്ഛനെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാൻ സഹായം ആവശ്യമാണ്. കാല് 2ഉം ഇല്ല,
കാലിന്റെ രണ്ടിന്റെയും പത്തിയില്ല. അപ്പൊ അതെല്ലാം ട്രീറ്റ്മെന്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പോയത്. ഓപ്പറേഷനൊക്കെ നടന്ന് ഒരു 1.5 വർഷം ഇരിപ്പിലായിരുന്നു. അവിടെ നിന്നാണ് റിക്കവർ ആയി വണ്ടി ഓടിക്കുന്നു. പക്ഷേ ഈ അച്ഛൻ പറഞ്ഞുകൊണ്ട് വന്നപ്പോ ഈ പറഞ്ഞു വന്നൊരു വിഷയം, 1 മണിക്കൂറിനകത്ത് ബോഡി റിസീവ് ചെയ്തു എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പം ഒത്തിരി കസിൻസ് അവസാനമായി കാണാൻ വന്നിട്ട് ഹോസ്പിറ്റലുണ്ട് ഇവരുടെ. മംഗലത്തുപള്ളി കുടുംബം എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് കൈപ്പട്ടൂര്. അപ്പൊ ഒത്തിരി ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. കൂടിയിട്ടപ്പോ അവരെന്നോട് ചോദിച്ചു, 10 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ ചർച്ചിലല്ലയോ ബെന്നിച്ചാന്, മരിക്കുവാണെങ്കിൽ ബോഡി വിട്ടു തരുമോ അതോ നിങ്ങൾ അടക്കുമോ? ഞാൻ പറഞ്ഞു മരിച്ചില്ലല്ലോ, 1 മണിക്കൂറിന്റെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളോടല്ലയോ ഡോക്ടർ പറഞ്ഞത് ആള് മരിക്കുമെന്ന്? തീരുമാനം നമ്മൾ എടുക്കണ്ടായോ? വൈഫും മോളും എവിടെ? ലേഡീസ് ആയിട്ടുള്ളൂ. മരിച്ചു കഴിയുമ്പോൾ അവരെ ആര് നോക്കും? ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഞങ്ങൾ ചെന്നിട്ട് ഒരു ആശ്വാസവാക്ക് പറയാനാണ് ഈ റൂമിൽ ചെല്ലുന്നത്, ഹോസ്പിറ്റലിലെ റൂമിൽ ചെല്ലുന്നത്. അപ്പൊ ആന്റി അവിടെ ഇരിക്കുന്നു. മോള് അവസാനമായിട്ട് കണ്ടു. ഡോക്ടർ അവളോടൊന്ന് സൂചിപ്പിച്ചിരുന്നു ആൾ നഷ്ടപ്പെടുമെന്ന്. അപ്പൊ അതുകൊണ്ട് അമ്മയോട് പറയാതെ കമന്ന് കിടക്കുക ബെഡേല്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ആ റൂമിലോട്ട് കയറി ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു വാക്കാണ്, ആ മോളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ. അപ്പൊ ഞാൻ ദൈവത്തോട് തിരിച്ചു ചോദിച്ചു, ഈ സാഹചര്യത്തിൽ കിടക്കുന്ന കുഞ്ഞ് എങ്ങനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും? അപ്പൊ അവൾ അവസാനമായി കണ്ടിട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ആ ഒരു പെയിനിൽ, വേദനയിൽ അവൾ രജ്ഞോണ്ട് കിടക്കുക. അപ്പൊ ദൈവം പറയുന്ന ശബ്ദം വ്യക്തമാണ്, ഈ കുഞ്ഞൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. ഞാനതനുസരിച്ച് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ചാടി അവൾ എഴുന്നേറ്റിട്ട് പറയുവാണ്, എന്റെ പപ്പായെ യേശു സൗഖ്യമാക്കിയതിനായി സ്തോത്രം, ഞങ്ങൾ കുടുംബമായി ചർച്ചിച്ചതെന്ന് സാക്ഷ്യം പറയുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രാർത്ഥന കഴിഞ്ഞു. കുഞ്ഞ് അതുപോലെ തന്നെ അവിടെ കിടന്നു. എനിക്കറിയില്ല, എന്റെ അകത്തൂടെ ഭയങ്കര ബലമായി. പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി. അച്ഛൻ്റെ സഹോദരങ്ങൾ വെളിയിൽ നിൽപ്പുണ്ട്, ആന്റിയുടെ ആങ്ങളെ വെളിയിൽ നിൽപ്പുണ്ട്. ഞങ്ങളെല്ലാം കൂടെ ബോഡി റിസീവ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഓടി മേളത്തെ നിലയിലെ മെയിൻ ഐസിയുന്റെ വാതിൽക്ക് ചെന്നു. ഡോക്ടർ പെട്ടെന്ന് സ്പീഡി അകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങി വരുക. അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി, എന്തൊരു സന്തോഷമോ, ഒരു ഫീൽ ഉണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത്. ഞങ്ങളോട് പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യും, എന്തോ ഒരു മിറക്കിൾ നടന്നു, ഞങ്ങൾ വെന്റിലേറ്റർ റിമൂവ് ചെയ്യുമ്പോൾ ആള് ചലിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ച കാര്യം. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതം. അച്ഛനെ ദൈവം മടക്കി കൊണ്ടുവന്ന ഭയങ്കര സാക്ഷിയാണ്. അച്ഛൻ തന്നെ പറയും. കണ്ടിന്യൂ ചെയ്താട്ടെ. സ്തോത്രം. അങ്ങനെ പാസ്റ്ററെ പിന്നെ അവിടെ വെന്റിലേറ്ററിൽ വന്നു കഴിഞ്ഞെ ജീവൻ വന്നു. ആ ജീവൻ വന്ന് എനിക്ക് എന്നാലും ഒരു ഓർമ്മയൊന്നുമില്ല. ഇത് എന്തോ അസുഖം എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ഷോക്ക് എന്നാ ഈ അസുഖത്തിന് പറയുന്നത്. സെപ്റ്റിക് ഷോക്ക്. ഈ അസുഖങ്ങളൊന്നും കേട്ടിട്ട് പോലുമില്ല. അന്ന് എനിക്ക് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് തന്നെ. അപ്പം പിന്നെ ഞാൻ വന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, എന്തൊക്കെ ആയാലും സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഒന്നിൽ സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ പാരലൈസ് ആയി പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഓർമ്മശക്തി കിട്ടത്തില്ല. ഈ എന്ത് വലിയ ഇങ്ങനെ ഒരു 3-ൽ ഏതേലും ഒരു സൈഡ് എഫക്റ്റ് എന്താ വലിയ ഇത്രയും ശരീരത്തിലെ അവയവങ്ങൾ നിശ്ചലമായ സ്ഥിതിക്ക് ഡെഡായി കിടന്ന സമയത്ത് റിക്കവർ ആവുമ്പോൾ എന്ത് വലിയൊരു കുഴപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ആ ചെക്കിങ്ങിന് വേണ്ടി പല കാര്യങ്ങൾ എൻ്റെ മുന്നിൽ നടത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ, എണ്ണീച്ച് നിൽക്കാനൊക്കത്തില്ലെങ്കിൽ കിടക്കുകയാണെങ്കിലും ഇവർ ഈ ചെക്കിംഗ് ഒക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട്. അപ്പൊ അവര് പറയുന്നത് എനിക്ക് കേൾക്കാം, സംസാരിക്കുമോ ഇല്ലയോ എന്ന് നോക്ക്, ആരെങ്കിലും ഒന്ന് സംസാരിപ്പിക്കുക, ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ ആരെങ്കിലും ആൾക്കാരെ കൊണ്ട് മുന്നേ നിർത്തി ആരാന്ന് ചോദ്യം. ഇതൊക്കെ ഞാൻ കേട്ടോട്ട് കിടക്കുക. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, ഇവരെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കപ്പം മനസ്സിൽ നല്ല ബോധവും സംസാരിക്കാനുള്ള കഴിവും എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ തന്നെയായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. പിന്നെ ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഇന്നാരാണെന്നൊക്കെ എനിക്കറിയാം. അപ്പം ഇല്ല, എന്നാലും ഡോക്ടർമാർക്ക് സംശയം, അവർ ഇത് ചെയ്ത് എന്തെങ്കിലും ഒരു കുഴപ്പം കാണും, കുഴപ്പമില്ലാതെ ഇരിക്കത്തില്ല എന്നാ അവർ പറയുന്നത്. പക്ഷെ എൻ്റെ ദൈവം ഒരു കുഴപ്പം, എൻ്റെ ബുദ്ധിക്കോ എൻ്റെ സംസാരത്തിനോ മറ്റിത തളർച്ചയോ ഒന്നുമില്ലാതെ ദൈവം എന്നെ സൗഖ്യമാക്കി. എന്നാൽ ഒരു കുഴപ്പം എൻ്റെ ശരീരത്തിന് പറ്റി. അത് ഗാംഗ്രൻ ബാധിച്ചു. ഗാംഗ്രൻ എന്നാ അത് പറയുന്നത്. ഗാംഗ്രൻ ബാധിച്ചു കയ്യിലെയും കാലിന്റെയും വിരലുകളിൽ. അതായി ഈ വിരലുകൾ ഇങ്ങനെ വിരലുകൾ ഡെഡായി പോയി. ഈ 10 വിരലും ഡെഡായി പോയി. അത് പിന്നെ ശരീരത്തിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഡെഡായ ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് അത് മുറിച്ചു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് ഈ വിരലുകളെല്ലാം മുറിച്ചു മാറ്റപ്പെട്ടത്. അത് റിക്കവറായി വീട്ടിൽ വന്ന് ഒരു 6 മാസം കഴിഞ്ഞാണ് ഈ 2ാമത് വിരൽ മുറിക്കാനായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ വിരൽ മുറിച്ചു. ഞാൻ അന്നേരം വിചാരിച്ചു, ദൈവമേ, ഈ വിരൽ മുറിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും
എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ഇനിയും ജോലി ചെയ്യാൻ പറ്റുമോ, ഇനി ഞാൻ എങ്ങനെ എൻ്റെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നാലും ദൈവം ഇന്നും എന്നെ നടത്തുന്നു. അനുഗ്രഹമായിട്ട് ദൈവം ഇന്നും എന്നെ നടത്തുന്നു എന്നുള്ളതാണ്. ഈ വിരലില്ലാതെ ആഹാരം കഴിക്കാനോ, ഈ കൈ കൊണ്ട് ഞാൻ ആഹാരം കഴിക്കും, ഈ കൈ കൊണ്ട് ഞാൻ ആഹാരം കഴിക്കും, ഈ കൈ കൊണ്ട് ഞാൻ കുളിക്കാൻ പോവും, എൻ്റെ കാര്യങ്ങളൊക്കെയും ഇത്രയും പരിമിതിയുള്ള ഈ കൈ കൊണ്ട് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ വണ്ടി ഓടിക്കും, ഈ കൈ കൊണ്ട് തന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത്, അത് ലോക ജനത്തിനൊക്കെ ഒരു അത്ഭുതമായി, ഈ കൈ കൊണ്ട് എങ്ങനെയാ ഡ്രൈവ് ചെയ്യുന്നേ, വണ്ടി ഓടിക്കുന്നേ എന്ന് ഓടിക്കും ഞാൻ. പിന്നെ ആ ഒരു അത്ഭുതം എൻ്റെ ചർച്ചിലോ മറ്റുള്ളവരുടെ ഇടയിലോ ഒക്കെ ഞാൻ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അവർ ചോദിക്കുന്നേ, ഇതെങ്ങനെ സാധിക്കുന്നു നിനക്ക്? ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം, ഞാനല്ല ഇതിന്റെ ഡ്രൈവർ, ഒരാൾ എൻ്റെ കൂടെ സ്റ്റിയറിംഗിലുണ്ട്. ആ ആളായി വണ്ടി ഓടിക്കുന്നതും കൊണ്ടുപോകുന്നതും എന്നെ നടത്തുന്നതും, അല്ല എൻ്റെ കഴിവോ മിടുക്കുകളോ ഒന്നുമല്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത, എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ആ ദൈവത്തിന്റെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനും ഒക്കെയും തന്ന ഒരു സന്ദർഭമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ജനമെല്ലാം അന്ന് ഞാൻ ആലോചിച്ചതാ, അന്ന് ഞാൻ മരിച്ച ആംബുലൻസിലാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്ത് പരിഹാസങ്ങളും നിന്ദകളും ഒക്കെ ഞാൻ ഏൽക്കേണ്ടി വരുമായിരുന്നു. പാസ്റ്റർക്ക് പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ അല്ലേ? എന്ത് പരിഹാസങ്ങൾ ഞാൻ ഏറ്റെടുക്കണമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലോട്ട് വന്നതാണ്. വിശ്വാസി വന്നപ്പം കുടുംബത്തിലുള്ള വിശ്വാസികളുമായിട്ടൊക്കെയും മിക്കവാറും വാക്കുതർക്കങ്ങൾ, മറ്റിതര വിശ്വാസങ്ങളിൽ ഒക്കെ ഉള്ള ഓരോ സാഹചര്യങ്ങളാണ്, വാക്കുതർക്കങ്ങളും അതും ഇതും ഒക്കെ ഉള്ളപ്പോൾ ഞാൻ ഈ സാഹചര്യത്തിൽ ഞാൻ ഡെഡ് ബോഡി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ മറുപടി കൊടുക്കണ്ട, പക്ഷെ എൻ്റെ അടുത്തിരിക്കുന്നതാ എൻ്റെ ഭാര്യ കൂട്ടുദാസി. അപ്പം അവരെന്ത് മറുപടി കൊടുക്കേണ്ടി വന്നേനെ, ദൈവം അതൊന്നിനും ഇടയായില്ല. ദൈവം അവരുടെ മുന്നിലൊക്കെയും മാനിച്ചു. വിരലിന്റെ ഒരു ചെറിയ അപാകതയുണ്ട്, അത് എന്നാലും ദൈവം നടത്തുന്നു. എന്നാലും എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നേ, ഈ വിരലില്ലാതെ വന്നത് ഇത് കണ്ടുകൊണ്ട് എനിക്ക് ഓർമ്മ വരണം ദൈവത്തേടാ, നീ ഏതവസ്ഥയിലായിരുന്നു, ഇന്ന് നീ ആയിരിക്കുന്ന ഈ അവസ്ഥ, നിനക്ക് മുമ്പ് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അത് ഓർമ്മ വരാനായിരിക്കാം ദൈവം ചിലപ്പോൾ ഈ അടയാളം തന്നതെന്ന് തന്നെ ഞാൻ അങ്ങ് കരുതുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവം ചെയ്ത ഒരു വലിയ, ഇന്ന് ഞാൻ ദൈവത്തോട് ഞങ്ങളുടെ ചർച്ചിൽ വിശ്വാസത്തിൽ കടന്നു പോകുന്നു. ദൈവം ചെയ്ത ഈ അത്ഭുതം പലരോടും പറയുകയും പലർക്കും ഒരു ആശ്വാസമാകുവാൻ, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ പലരുടെ മുന്നിലും സാക്ഷ്യം പറയുകയും പലർക്കൊരു വിശ്വാസത്തിന്റെ പാതയിലേക്ക് പലരെ നടത്തുവാനും അവരുടെ ഉള്ളിലുള്ള വിശ്വാസം ഒന്ന് ഊട്ടിയുറപ്പിക്കുവാനും ഒക്കെയും ദൈവം എന്നെ ഇന്നയോളം ബലപ്പെടുത്തി. എൻ്റെ കർത്താവ് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ ഇന്നും എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ സാധ്യമല്ലെങ്കിലും ഇന്നും എന്നെ എൻ്റെ ദൈവം നടത്തുന്നു. അതൊരു വലിയ അത്ഭുതമാണ്. എൻ്റെ കുഞ്ഞ് BSc നഴ്സിംഗിന് 3ാം വർഷം പഠിക്കുന്നു. ഇതൊക്കെയും അവളെ പഠിപ്പിക്കുന്നതും അത് ദൈവം അങ്ങ് നടത്തുക. ദൈവം ഓരോ കാര്യങ്ങളും ഓരോ സമയത്ത് വേണ്ടതൊക്കെയും തന്ന് അനുഗ്രഹിച്ച് നടത്തുക ദൈവം. ഈ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവമല്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം. എന്താവശ്യങ്ങൾക്കും നമുക്ക് തരുവാൻ തക്കവണ്ണം സമ്പന്നനായ എൻ്റെ ദൈവം. ആ ദൈവത്തിന്റെ കയ്യിൽ ഒന്നിനും ഒരു കുറവില്ല. ഇന്നും ഞാൻ ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഏത് പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ആ ദൈവത്തോട് ചേർന്നിരുന്നാൽ അവൻ വിടിവിക്കും എന്നുള്ളത് ഉറപ്പാണ്. ലോകരുടെ മുന്നിൽ നമ്മളെ പരിഹാസത്തിനും നിന്ദയ്ക്കുമായിട്ട് ദൈവം മാറ്റത്തില്ല. വിശ്വസിക്കുന്ന ഏവനും കൈക്കൊള്ളുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഒരുക്കി. വിശ്വാസത്തിന്റെ പാതയിലൊക്കെ ഇന്ന് ഞാൻ നിൽക്കുന്നു, എന്നെ ദൈവം നടത്തുന്നു. ആ ദൈവത്തിന് ഞാൻ 100 സ്തോത്രം ചെയ്യുക. ഞാനും എൻ്റെ കുടുംബവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും നാളെയും പിന്നെയും നടത്തുവാൻ മതിയായ ദൈവം കൂടുണ്ട്. ആ ദൈവം എന്നെ കൈപിടിച്ച് നടത്തുക. ഞാൻ വണ്ടിയിലൊക്കെ കയറി ഓടിക്കുന്നുണ്ട്, ഞാൻ പറയും, ചിലർക്കൊക്കെ അതൊരു തമാശയായിട്ട് വരും, വേണ്ട വണ്ടി തരുന്നു, മുന്നേ ഇരുന്ന് ഓടിച്ചായിട്ട് ഞാൻ പുറകെ ഇരിക്കുക എന്ന് പറഞ്ഞാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പം ഇന്നയോളം എന്നെ ഇപ്പോൾ 1.5 വർഷമായി ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. 1 വർഷമായി എന്നെ ദൈവം നടത്തി പരിപാലിക്കുന്നു. ഒരു കുറവുമില്ലാതൊക്കെയും ദൈവം പോറ്റി പുലർത്തുന്നു. ദൈവത്തിന്റെ അത്ഭുതം ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും ദൈവം എപ്പോഴും നമ്മുടെ കൂടുണ്ട്. അവൻ നമ്മളെ കൈവിടുന്ന ദൈവമല്ല.
നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കാൽവറി കുരിശിൽ നീതിമാനാണോ നല്ലവനാണോ എന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടി കാൽവറി കുരിശിൽ നമുക്ക് പാപപരിഹാര യാഗമായവൻ നമ്മുടെ കർത്താവ്. നമ്മൾക്ക് വേണ്ടി ആ രക്തം ഒഴുക്കിയവൻ, അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കിയ ആ ദൈവം നമ്മളെ കൈക്കൊള്ളാതിരിക്കുമോ? ആ ദൈവം നമ്മളെ താങ്ങി നടത്താതിരിക്കുമോ? അവൻ താഴ്ത്തുന്ന ദൈവമല്ല, അവൻ ഉയർത്തുന്ന ദൈവം. ആ യേശു ദൈവം എന്ന് പറഞ്ഞാലും ആ പേരെടുത്തു പറയണമെന്ന് എനിക്കൊരു നിയമമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, രക്ഷിക്കപ്പെടുവാനുള്ള ഏക നാമം, രക്ഷയുടെ നാമം ഒന്നേ ഈ ലോകത്തുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം, ഒരേ ഒരു നാമം. ആ നാമമാ നമ്മളെ ഇന്ന് നടത്തുന്നത്, അവസാനം വരെയും നമ്മളെ പരിപാലിക്കുന്നത്. കർത്താവിന്റെ വരവിൽ തൻ്റെ മക്കളെ ചേർക്കുവാൻ വരുമ്പോൾ ആ നാമത്തിൽ വിശ്വസ്തരായി നിന്ന, അത് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നുമല്ല, കർത്താവിന്റെ നാമത്തിൽ ആര് വിശ്വസ്തരായി നിൽക്കുന്നു, അവന്റെ കൽപ്പനയിൽ ആര് നിൽക്കുന്നു, അവരെ ചേർക്കുവാൻ ആ കർത്താവ് വരുന്നത്. അവിടെ വേറൊരുത്യമില്ല. ക്രിസ്തുവോട് ചേരുവാൻ തക്കവണ്ണം ആ വിശ്വാസത്തിൽ നമ്മുടെ പാതയിൽ ആ വിശ്വാസം ഊട്ടി ഉറപ്പിച്ചു പോകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പല പ്രതികൂലങ്ങളും നമ്മുടെ മുന്നിൽ വരും. ആ പ്രതികൂലങ്ങളിൽ തകർന്നു പോകരുത്. പ്രതികൂലങ്ങളിൽ പതറിപ്പോയാൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ഒരു ബലം കർത്താവ് തന്നിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ മരണമാണോ? മരണത്തിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ച ദൈവം. പ്രതികൂലം മരണമെങ്കിൽ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിയാവുന്ന ദൈവം. അത് ഞാനൊരു സാക്ഷ്യം. മരിച്ച അവസ്ഥയിൽ തന്നെ ഉയർപ്പിച്ച എന്റെ ദൈവം. രോഗമാണോ പ്രതികൂലം? ആ രോഗത്തിൽ നിന്ന് സൗഖ്യം തരുവാൻ മതിയായ ഒരു ദൈവമാണ്. മറ്റിതര വിഷയങ്ങളാണോ? അവിടുന്ന് ഒക്കെയും നമ്മളെ വിടിവിക്കുവാൻ മതിയായ ഒരു ദൈവമാണ് നമ്മുടേത്. ഏത് വിഷയം പ്രതികൂലങ്ങളുടെ മേളിലും നമ്മളെ വിടിവിക്കാൻ ഇന്ന വിഷയമൊന്നൊന്നുമില്ല. വിഷയങ്ങൾ പലതാണെങ്കിലും പരിഹാരകൻ ഒരുവനാണ്. പ്രശ്നങ്ങൾ പലർക്കാണെങ്കിലും പല വിഷയമാണെങ്കിലും പരിഹാരകനും പരിഹരിക്കുന്നവൻ എല്ലാം ഒരുവൻ, കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തോട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും വിശ്വാസത്തിന്റെ പാതയിൽ എന്തെങ്കിലും ഒരു വ്യതിയാനം, പുറകോട്ടോ എന്തോ ഒരു മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നീക്കിക്കളയണം. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ. സ്നേഹം അറിയാമല്ലോ, കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ് സ്നേഹം. അന്യരെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ സ്നേഹമേ കാണാവൂ. വൈരാഗ്യവും വിദ്വേഷം വെച്ചുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. അതിൽ ഇപ്പൊ സമയമുണ്ട്, അതിന്റെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. എൻ്റെ വൈഫിന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. കൂട്ടുകാരിയുടെ കൈ അങ്ങ് ഏതോ കാര്യത്തിൽ അങ്ങ് പഴുത്ത് പൊട്ടി അളിഞ്ഞ് ഒരു ചികിത്സ ചെയ്ത് ഒന്നും സോറിയാസിസ് കരിയുന്നില്ല. അപ്പം ഈ കൂട്ടുകാരുടെ എല്ലാ ജീവിത സാഹചര്യവും എൻ്റെ വൈഫിന് അറിയാവുന്നതിന് പേര് ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാനൊക്കെ പറയുകയോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം എൻ്റെ വൈഫ് ഒരു ദിവസം ചോദിച്ചു, നിനക്കാരോടെങ്കിലും എന്ത് പേരും വൈരാഗ്യമോ വിദ്വേഷമോ പകയോ ഉണ്ടോ? അന്നേരം ആ സഹോദരി പറഞ്ഞു, എനിക്ക് പകയുള്ളത് എൻ്റെ അമ്മയോടാണ്. അത് പല സാഹചര്യങ്ങളിൽ കൂടാണ് അതങ്ങനെ വന്നിരിക്കുന്നത്. അതിനൊത്തിരി കഥകളുണ്ട്. അപ്പൊ എന്നാൽ ഈ സഹോദരി നല്ല സഹോദരിയെ, വിശ്വാസത്തിലൊക്കെ നിൽക്കുന്ന സഹോദരിയോ, നമ്മുടെ പെന്തിക്കോസ് വിശ്വാസമല്ല, മറ്റ് സമുദായിക വിശ്വാസത്തിലൊക്കെ നിൽക്കുന്ന ഒരു സഹോദരി. പക്ഷെ അന്ന് എൻ്റെ ഭാര്യ ആ കൂട്ടുകാരിയോട് പറഞ്ഞു, നീ ആ പ്രശ്നം പരിഹരിക്കും, അവരോട് ചെന്ന് മാപ്പ് പറഞ്ഞ് ആ വൈരാഗ്യം നീക്കി സ്നേഹത്തിലായിട്ട് വന്നിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും, നിനക്ക് സൗഖ്യം തരും. ഇത് കേട്ട് ആ സഹോദരി എന്ത് ചെയ്തു? സ്വന്തം അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവര് അമ്മയോട് മാപ്പ് ചോദിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അമ്മയെ സ്നേഹിച്ച് തിരിച്ചു വന്നു. എനിക്ക് അമ്മയോട് ഒരു വൈരാഗ്യവും ഇല്ല, ഇനി ആ വൈരാഗ്യം ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ സഹോദരി തിരിച്ചു വന്നു. രണ്ടാമത്തെ ദിവസം തൊട്ട് ഈ കൈ കരിയാൻ തുടങ്ങി. ആ ഫോട്ടോ എൻ്റെ മൊബൈലിൽ, എൻ്റെ ആദ്യത്തെ ഫോട്ടോ എന്ന് പറഞ്ഞ ആ സഹോദരി കൈ കാണിച്ചതും ഒരാഴ്ച കഴിഞ്ഞുള്ള ഒരു ഫോട്ടോ കൈ കാണിച്ചതും പൂർണ്ണ സൗഖ്യമായിട്ട് ആ കൈ തൊലിയൊക്കെ വന്ന്. അതാണ് മനസ്സിലൊരു വിദ്വേഷം ആരോടും നമുക്ക് പാടില്ല. ദൈവത്തിൽ നമ്മൾ ഒന്നായി സ്നേഹമുള്ളവരായിരിക്കണം. മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ട് ആരോടെങ്കിലും വൈരാഗ്യം വെച്ച് നടന്ന നമ്മുടെ അനുഗ്രഹത്തിനെ അത് തടസ്സമാവും.
ഞാൻ ഇതിന് ശേഷമൊക്കെയും പലരെയും ഞാൻ ഫോൺ വിളിക്കാത്ത പലരും ഉണ്ടായിരുന്നു. ഒരു കെറുവൊന്നുമല്ല, വിളിക്കത്തില്ല, അങ്ങനൊരു ഇത്. പക്ഷെ ഇതിന് ശേഷമൊക്കെ ഞാൻ അവരെ ഫോൺ വിളിക്കുകയും അവരോടൊക്കെ കുശലങ്ങൾ ചോദിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട്. അതാണ്, ആരോടെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹത്തിനൊരു തടസ്സമാണ്. അത് കർത്താവാണ് നമ്മളെ അത് പഠിപ്പിച്ചത്. ആരും നമ്മുടെ ശത്രുക്കളല്ല. ശത്രുവിനെയും സ്നേഹിക്കാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ ശത്രുവിനെയും സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കൊരു ബലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ കർത്താവിൽ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങള്, വിശ്വാസമില്ലാത്തവരും ഉള്ളവരും എല്ലാം ഒരു കാര്യം ഓർമ്മ വെക്കണം. നമുക്ക് ആകെ രക്ഷയുടെ നാമം ഒന്നേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ആ നാമത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് ഒരു മുട്ടും ഉണ്ടാകാതെ കർത്താവ് നമ്മളെ നടത്തും. അന്ത്യത്തോളം നമ്മളെ നടത്താൻ വിശ്വസ്തൻ എന്ന എന്റെ വിശ്വാസം എന്നെ പഠിപ്പിക്കുന്നത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബെനിച്ച. ഇത്രയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് ദൈവസന്നിധിയിൽ ഷെയർ ചെയ്തത്. സിസ്റ്റർക്കും പറയാം കേട്ടോ, ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടല്ലേ? കൂടുതലും എല്ലാം യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നെന്ന് എന്റെ ജീവിതാനുഭവമാണ്. ഞാനാണ് ഏറ്റവും ഒരു സ്ട്രഗിളിലൂടെ കടന്നുപോയി. പെണ്ണിച്ചാൻ വയ്യാതിരിക്കുമ്പോഴും അനുഭവിച്ചവള് ഞാനല്ലേ. മുമ്പിൽ ഒത്തിരി പ്രതികൂലങ്ങൾ, സാമ്പത്തികമായത് ഏറ്റവും വലിയ വിഷയമാണ് പാസ്റ്റർ. ഒരു ദിവസം 40,000 രൂപയാണ് ബിലീവേഴ്സിൽ വെന്റിലേറ്റർ കിടക്കുന്നത്. സാമ്പത്തികമായി ഞങ്ങൾ അല്പം ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് വെനിച്ചാൻ ഇൻസുലിൻ വരുന്നത്. അവിടെയൊക്കെ ദൈവം എന്താണെന്ന് പറഞ്ഞ ഏലിയാവിനെ കാക്കയുടെ കയ്യിൽ കൊടുത്തു വിട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവം. അതൊക്കെ ദൈവം നടത്തി. മോളെ പഠിപ്പിക്കണം. അപ്പൊ എല്ലാ സാമ്പത്തിക വഴികളും അടഞ്ഞു നിൽക്കുന്ന സമയത്ത് ദൈവം ദൂതന്മാരെ അയച്ച് ഞങ്ങളെ സഹായിച്ചു. ഈ ദൈവം എന്തുവന്നേക്ക് ഞങ്ങളുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് പറഞ്ഞ ആ വചനം ഞാൻ എന്നും ഓർക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളെ, ബുദ്ധിമുട്ടുകളെ, എല്ലാ പ്രയാസങ്ങളൂടെ കടന്നുപോയെങ്കിലും ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിയ വലിയ കൃപയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യും. ഞങ്ങളിങ്ങനെ അതെ, കർത്താവ് എത്ര വിശ്വസ്തനാ, കർത്താവ് എത്ര വിശ്വസ്തനാ. നമ്മൾ ഈ വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞാൽ ഇങ്ങനെ ഗാൻഗ്രെയിൻസ് ഉണ്ടാകും. നമ്മുടെ വിരലുകളൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോവും. എന്നാൽ കർത്താവ് സംരക്ഷിച്ചു. കാരണം അത് മേളോട്ട് കുറച്ചുകൂടി ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ പോയാൽ പിന്നെയും വിരലുകളല്ല, അതിൽ കൂടുതൽ നഷ്ടപ്പെടുമായിരുന്നു. കൂടുതൽ നഷ്ടപ്പെടും. അത് ഞാനിപ്പോ ആ ഒരു കാര്യത്തിലാണ് ഞാൻ സന്തോഷിക്കുന്നേ. ഇവിടെ വരെയായിട്ട് ഡെഡായ സ്ഥലത്ത് കുറച്ചുകൂടെ മേലോട്ട് കയറി ഇവിടെ വെച്ച് വരെ ആയിരുന്നെങ്കിൽ കയ്യെ കാണത്തില്ലായിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞത് വിരലിന് കൈയുടെ ഈ 2 കൈപ്പത്തിയും പോകുമെന്നും. ആ ഡോക്ടർ ബിലീവേഴ്സിലെ ഏറ്റവും ഫേമസ് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ റൂമിൽ വന്ന് ബെനിച്ചാനെ കൺസൾട്ട് ചെയ്യാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു 2 കൈപ്പത്തിയും നഷ്ടമാവും. കാലിൻ്റെത് ഫുള്ള് മുട്ടുവരെ കറുത്ത് കരിനീതിച്ച് ഇരിക്കുക. അപ്പോഴും ചിലര് പറഞ്ഞു ഹോസ്പിറ്റലുകാരുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങൾ കേസ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോയില്ല. ഞങ്ങൾ ആ ഫസ്റ്റ് ചെക്കപ്പിന് ചെന്നപ്പോ അവിടുത്തെ വെന്റിലേറ്ററിലെ ഡോക്ടർ പറഞ്ഞു, എന്നെ കൊണ്ടുവന്ന് ഈ പേഷ്യന്റിനെ കാണിക്കണം, ഒരു വലിയ മിറക്കിളാണ് ഇവിടെ നടന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പിന്നെ വീൽ ചെയറില് ഞാനും എന്റെ ബ്രദറും കൂടെ ആ വെന്റിലേറ്റർ സൈഡിൽ കൗൺസിലിംഗും ഉണ്ട്. അവിടെ ചെന്നിരുന്നപ്പോ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് തല ഇങ്ങനെ അടിച്ചിട്ട് ചോദിച്ചു, ബെന്നിയാണോ ഈ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഗാംഗറിൻ വിരലുകൾ മാത്രം കുറച്ച് 1-2 വിരൽ ബാധിച്ച ആള് ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ ആ ഡോക്ടർ വലിയ അത്ഭുതമായിട്ട് എന്നിട്ട് വെന്റിലേറ്ററിൽ കൊണ്ടുപോയി. അത് ഞാന് വെന്റിലേറ്ററിൽ ഡോക്ടർ എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിൽ എന്നെ കൊണ്ടുപോയിട്ട് വീൽ ചെയറിൽ എന്നെ പിന്നെ വെന്റിലേറ്ററിന് അകത്ത് കൊണ്ടുപോയി ഒരു വെന്റിലേറ്റർ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഈ വെന്റിലേറ്റർ അച്ഛൻ അറിയാമോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, അത് ഈ അച്ഛൻ കിടന്ന വെന്റിലേറ്ററായത്. അന്നേരം അവിടെ ഒരു രോഗി കിടപ്പുണ്ടായിരുന്നു. ആ രോഗി കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. അദ്ദേഹത്തിന്റെ മൂക്കിലും വായിലും പൈപ്പിന്റെ അതും ഇതും ഇല്ല കണക്ഷൻസ് ഒക്കെ കൊടുക്കുന്നേട്ട. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇതുപോലാണോ ഞാൻ കിടന്നത്? ഡോക്ടർ പറഞ്ഞു, അച്ഛൻ ഇതുപോലല്ല, ഇതിൽ ഒരു 5 കാര്യങ്ങളൂടെ കൂടുതലുണ്ടായിരുന്നു.
ഞാൻ കിടന്ന് അപ്പം സാധാരണ രോഗികൾക്കൊന്നും ആ കിടന്ന വെന്റിലേറ്റർ പിന്നെ കാണാൻ പറ്റത്തില്ല. അവിടെ പോകാനോ 90% അവിടെ നിന്ന് കടന്നു പോവുക. പിന്നെ 10% രക്ഷപ്പെട്ടാലും ഇങ്ങനൊന്നും പോയി കാണാൻ പറ്റത്തില്ല. ആ ഡോക്ടറുടെ അത്ഭുതമായി എന്നെ കൊണ്ട് അവിടെ കൊണ്ട് കാണിച്ച വെന്റിലേറ്റർ എല്ലാവരെയും വിളിച്ച് ആ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് സിസ്റ്റേഴ്സിനെ എല്ലാം വിളിച്ചു, നിങ്ങൾ ഈ ആളിനെ കണ്ടോ, ഈ 13ാം നമ്പർ കിടന്ന ആളാണ് ഈ ഇരിക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞു. ആ ഡോക്ടർക്ക് തന്നെ അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഞാന് പലയിടത്തും സാക്ഷ്യം പറഞ്ഞിടത്ത് ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വെന്റിലേറ്ററിനകത്ത് വെച്ച് ആ ഡോക്ടർ തന്നെ എന്റെ ഈ വീൽ ചെയർ പിടിച്ചിരിക്കുന്നത്. പരസ്യയോഗം നടന്നപ്പോൾ ഞങ്ങൾ ഈ എടുത്ത വീഡിയോ ആ ഡോക്ടർ അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ സന്തോഷത്തോടുകൂടി എനിക്ക് മെസ്സേജ് ഇട്ടു, ദൈവത്തിന്റെ വലിയ കൃപയെന്ന് പറഞ്ഞു. ആ ഡോക്ടർ ഒരു ബിലീവറാണ്. അപ്പൊ അത് പറയുന്നതല്ല, സാധാരണ ഡോക്ടർമാർ സമ്മതിച്ചു തരത്തില്ല. ഒരു ദൈവകൃപയിൽ സൗഖ്യമായ അവരെന്ത് വേലും മെഡിക്കൽ തരമായിട്ട് പറഞ്ഞ് അവർ കാര്യങ്ങളൊക്കെ നോക്കും. അതൊരു കുറ്റം പറയേണ്ട ആരെയും. അങ്ങനെയാണ് ഒരു ഡോക്ടർ അവരെ ദൈവം സൗഖ്യമാക്കി എന്ന് പറയത്തില്ല. പക്ഷെ ഈ ഡോക്ടർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കയ്യിലൊന്നും നിന്ന കാര്യമല്ല, ഇതെന്തോ ഒരു അത്ഭുതം നടന്ന അത്ര കണ്ട് ശരീരത്തിന്റെ ഒരവയവവും വർക്ക് ചെയ്യാത്ത ഒരു വ്യക്തി രണ്ടാമത് റിക്കവറായി വരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അവർ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ആദ്യമാണ്, എന്റെ മെഡിക്കൽ ലൈഫിൽ ഇത് ആദ്യമാണ് എന്ന് പറയാം. ഇത് ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ് എന്നാ ഡോക്ടർ പറഞ്ഞു. അപ്പൊ സാധാരണ അങ്ങനെ പറയത്തില്ല. ഈ ഡോക്ടർ അത് എടുത്തു പറഞ്ഞു എന്റെ കാര്യത്തിൽ. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനല്ലേ. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിട്ടുപോയ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, ഓർമ്മ വരുന്നെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സിസ്റ്ററും എന്തെങ്കിലും അനുഭവങ്ങൾ, വലിയ അത്ഭുത സൗഖ്യം അനുഭവിച്ചു. തലമുറ ഇല്ലാത്തടത്ത് എത്ര വർഷമായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ? 14 വർഷം തലമുറയിലായിരുന്നു. ഓ, സാധാരണ 7 വർഷം 8 വർഷം 10 വർഷം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 14 വർഷം തലമുറയിലായിരുന്നു. ട്രീറ്റ്മെന്റുകൾ 12 വർഷം ഫുള്ള് ട്രീറ്റ്മെന്റ് ചെയ്തു. അവിടെ ഒന്നും ഇല്ലാത്തത് പോലെ സ്വർഗത്തിൽ നിന്ന് മന്ന ഒഴിച്ചു തന്നപോലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അപ്പൊ ഞാൻ ആ ഒത്തിരി കോംപ്ലിക്കേഷനിലൂടെ ഒക്കെ കടന്നുപോയി. കാരണം ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയെ ബെഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അവസ്ഥകൾ അറിയാം. അങ്ങനെ ആ പൂർണ്ണമായി പാരലൈസ്ഡ് ആയി ആ കിടന്ന അവസ്ഥ. 14 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന കുഞ്ഞ് മുറി കരയുമ്പോൾ അവളെ ഒന്ന് എടുക്കാൻ എനിക്ക് പറ്റില്ല. അതേ അവസ്ഥയിലൂടെ അത് 2 കാലും വളവുമായിട്ട് ജനിച്ച് 9 ദിവസമായപ്പോ തൊട്ട് പ്ലാസ്റ്റർ ഇടുന്നു. അങ്ങനെ ഓരോ 15 ദിവസം കൂടുമ്പോൾ പ്ലാസ്റ്റർ മാറ്റും. അങ്ങനെ പ്ലാസ്റ്റർ ഒരു പ്രാവശ്യം മാറ്റിയപ്പോ അവിടെ കാല് മൊത്തം പൊട്ടി പഴുത്ത്. കാരണം എവിടെ കൂടെ യൂറിൻ കടന്ന്, നമ്മൾ പാമ്പേഴ്സ് കെട്ടിയാലും യൂറിൻ കടന്ന് അങ്ങനെ വന്ന് ഞങ്ങൾ വളരെ വിഷമത്തിൽ കൂടെ കടന്നുപോയി. അങ്ങനെ വന്ന ഒരു 7 മാസം പ്ലാസ്റ്റർ ഇട്ട ശേഷമാണ് ഞങ്ങള് കുഞ്ഞിനെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലില്, അന്നത്തെ ഏറ്റവും ഫേമസ് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു വർഗീസ് ചാക്കോ ഡോക്ടർ ഉണ്ട്, ഓർത്തോയിലെ ഏറ്റവും ഫേമസ് ഡോക്ടറാണ്. പുള്ളി മരിച്ചുപോയി. ആ ഡോക്ടറാണ് കണ്ടിട്ട് ഞാൻ സർജറി ചെയ്യാമെന്ന് പറയുന്നു. ആ കുഞ്ഞിനെ 7 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ സർജറി ചെയ്യുന്നു. അവിടെ നിന്നൊക്കെ പതുക്കെ റിക്കവറായി. ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും പിടിച്ച അതൊരു ഹോം നേഴ്സ് ഉണ്ട് എന്റെ കൂടെ, പിടിച്ചാണ് ഞാൻ കുഞ്ഞിന്റെ സർജറിക്കൊക്കെ പോയി. 25 ദിവസം ഹോസ്പിറ്റലിൽ താമസിച്ചു. എല്ലായിടത്തും ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. ഈ കഴിഞ്ഞ 3 വർഷം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബെന്നിച്ചാനെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഒരു ഭാര്യയാണല്ലോ ഏറ്റവും അധികം ഇതിന്റെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. അത്രയ്ക്ക് 10 വിരലുകളും കരിഞ്ഞറ്റു. തള്ളവിരല് പൂർണ്ണമായി ഞങ്ങളുടെ മുമ്പിലൂടെയാണ് പാസ്റ്ററെ വിരലുകൾ അറ്റുപോകും. കുറെ വിരലുകൾ മാത്രം നിൽക്കുന്നു. അവസാനം ഈ ഇടത്തെ കൈയുടെ ഈ വിരല് തൂങ്ങി നിൽക്കുക. ഈ വിരൽ തനിയെ അറ്റ് വീണു പോകുമായിരുന്നോ? തനിയെ അറ്റുപോകും. 2 വിരൽ അറ്റുപോയി. അത് പിന്നെ അമ്മേരുന്ന ഡോക്ടർ പറഞ്ഞത് വെച്ചോണ്ടിരിക്കണ്ട, ഇത് മേളോട്ടെങ്ങാണോ ഇതിന്റെ പഴുപ്പ് കയറിയ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്തു. ഈ വിരലിന്റെ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക. ഇവിടുന്ന് കാലേന്ന് തൊലി എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ വെച്ച് ഈ തള്ളവിരൽ കംപ്ലീറ്റ് അങ്ങ് ഊരിപ്പോയത്. അപ്പൊ ഇവിടെ തൊലി എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക ഈ തള്ളവിരലിന്റെ ഈ ഭാഗം.
ഞാൻ ഓർത്തതാ എന്തെങ്കിലും എന്റെ ഹസ്ബൻഡ് വണ്ടി ഓടിച്ച് എനിക്കൊന്ന് പോകാൻ പറ്റും, ഞങ്ങൾക്കൊരു ചെറിയ വാഹനമുണ്ട്, വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ വണ്ടിയെ കയറി ഇരിക്കുമ്പോ ഞാൻ അന്യഭാഷ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്റെ ദൈവമേ, നീ എത്ര വലിയവനാ, ഇന്നും നടത്തുന്നു. ഞങ്ങൾ പലർക്കും ഒരു അത്ഭുതമാണ് പാസ്റ്റർ. ഞങ്ങളെ കാണുന്നവരൊക്കെ പറയൂ ഇതൊരു വലിയ അത്ഭുതമാണ്. ഞങ്ങളെ ഇന്നും നടത്തുന്നുണ്ട് ദൈവം. ദൈവത്തിന് സ്തോത്രം. മോളുടെ വിദ്യാഭ്യാസം, അതെ, മോളുടെ വിദ്യാഭ്യാസം ഇനി പൂർത്തിയാക്കണം. പല വിഷയങ്ങളുണ്ട്. പാസ്റ്ററും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം നടത്തിയ കർത്താവ് മേലാലും നടത്തും. അവൻ നമുക്ക് എബനേസറാണ്. ആമേൻ. അവൻ എബനേസറായി കൂടിയിരിക്കും. ആമേൻ. ദൈവം ഇനിയും വലിയ സാക്ഷ്യങ്ങൾ പിന്നെയും പറയാൻ, അനേകർക്ക് അനുഗ്രഹമായി നിൽക്കാൻ ദൈവം നിങ്ങളെ രണ്ടുപേരെയും സഹായിക്കട്ടെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ബെന്നിച്ചാൻ തന്നെ ഒന്ന് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഒരു സമയത്ത് എൻ്റെ കർത്താവേ, കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തി പരിപാലിച്ചു. കർത്താവിന്റെ ആ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് കർത്താവെ ഈ TV ചാനലിന്റെ മുന്നിൽ, ഈ ആസാദി TV ചാനലിന്റെ മുന്നിൽ പാസ്റ്ററോടൊപ്പം നിന്ന് പറയുവാനും എല്ലാ സാഹചര്യങ്ങൾക്കും ദൈവം ഒരുക്കിയ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇത് കാണുന്ന എല്ലാ ഈ സാക്ഷ്യം കാണുന്ന എല്ലാ ദൈവജനത്തെയും എൻ്റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് പലരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായി കർത്താവിൻ്റെ ദാസനെ, ആ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സാക്ഷ്യത്തെ ജനങ്ങളുടെ ഇടയിൽ കാണിക്കുവാൻ തക്കവണ്ണം ഒരു മനസ്സ് കർത്താവിൻ്റെ ദാസന് തോന്നി. ആ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനായി ആ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കരം കൂടിരിക്കട്ടെ. പാസ്റ്ററെയും കുടുംബത്തെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ഇത് മുന്നോട്ട് ചെയ്യുവാനും ജനങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാനും അതൊരു ഇടയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവെ, സാംഭാഷണം ഞങ്ങളുടെ കൂടുണ്ട്. ഞങ്ങളെ സാക്ഷികളായി സാക്ഷ്യമെല്ലാം പറഞ്ഞു. കർത്താവിൻ്റെ നാമത്തിലെ അത്ഭുതങ്ങളൊക്കെയും ഞങ്ങൾ വിവരിച്ചു പറഞ്ഞു. അതൊക്കെ ഒരു അനുഗ്രഹമായി തീരട്ടെ. അത് ദൈവജനത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഒരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന് പറയുന്ന ആ വചനം കർത്താവെ സാക്ഷികളെ ഉളവാക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം ഹല്ലേലൂയ, സ്തോത്രം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുക. പാസ്റ്ററുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസക്കാവൽ നമ്മെല്ലാവരുടെ മേലും, പ്രിയപ്പെട്ട ബെന്നി ജോർജ് അച്ചാന്റെ മേൽ, തന്റെ കുടുംബത്തിന് മേൽ, തന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു ബെനിച്ച, താങ്ക് യു സിസ്റ്റർ. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുടുംബമായിട്ട് സഹായിക്കട്ടെ. മോളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാംഭാഷണോടുള്ള നന്ദി പറയുന്നു. ഈ നിശ്ചയമായിട്ടും വളരെ അസാധാരണമായൊരു സാക്ഷ്യമാണ് നമ്മുടെ പ്രേക്ഷകർക്ക്. ഈ സെഷൻ വളരെ വലിയ അനുഗ്രഹമായി തീരും. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.